വെൽക്കം ടു ലേൺവേസ് ഓറിയന്റേഷൻ പ്രോഗ്രാം 11.0. നമ്മൾ ഓറിയന്റേഷന്റെ കഴിഞ്ഞ 7 സൈക്കിൾസ് അല്ലെങ്കിൽ 7 സെഷൻസ് നിങ്ങൾ അറ്റൻഡ് ചെയ്തു. ഇന്ന് നിങ്ങൾ എത്തിയിരിക്കുന്നത് 8ാമത്തെ സെഷനിലേക്കാണ്. കഴിഞ്ഞ 7 സൈക്കിൾസ് വെച്ച് നോക്കുമ്പോൾ ഈ സെഷന് കുറച്ച് അല്പം ഒരു വ്യത്യസ്തമാണ്, അല്ലെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് സന്തോഷം നൽകുന്നതാണ്. വേറൊന്നുമല്ല, ഇന്നത്തെ നമ്മളുടെ സെഷനിൽ നമ്മളുടെ കൂടെ നമ്മളുടെ ലേണേഴ്സിന്റെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളും എത്തിച്ചേർന്നിട്ടുണ്ട്. അത് തന്നെയാണ് നമുക്ക് കൂടുതൽ സന്തോഷം നൽകുന്ന ഒരു കാര്യവും. കാരണം അവരെല്ലാം ഈ ഇത്രയും ലേണേഴ്സ് ഇവിടെ പഠിക്കുന്നുണ്ടെങ്കിൽ അവരുടെ പിന്നില് അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സപ്പോർട്ടിംഗ് സിസ്റ്റം ഉണ്ട്. അവരെ പരിചയപ്പെടാനായിട്ട് നമുക്ക് ഈ സെഷനിലൂടെ നമുക്ക് സാധിക്കും. സോ വൺസ് അഗെയിൻ ഞാൻ ലേൺവൈസിന്റെ പ്രിയപ്പെട്ട ലേണേഴ്സിനെയും അവർക്കേറെ പ്രിയപ്പെട്ട അവരുടെ കുടുംബാംഗങ്ങളെയും നമ്മുടെ ലേൺവൈസിന്റെ ഓറിയന്റേഷൻ 11.0 8ാമത്തെ സെഷനിലോട്ട് ഞാൻ വളരെ സന്തോഷപൂർവ്വം സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഈ സെഷൻ എന്തുകൊണ്ടാണ് ഒരു പ്രാധാന്യം അർഹിക്കുന്നത് എന്നാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. കാരണം കഴിഞ്ഞ ഒരു സൈക്കിൾസ് മുതലാണ് നമ്മൾ ഈ ഒരു ഇങ്ങനെ ഒരു മാറ്റം വേണമെന്ന് തീരുമാനിച്ചത്. കാരണം ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് പൊതുവെ ഒരു വെല്ലുവിളിയാണ്. അതിനോടൊപ്പം തന്നെ ആ ഒരു വെല്ലുവിളി അതിജീവിച്ചുകൊണ്ട് ഇവിടെ കുട്ടികൾ ജോയിൻ ചെയ്യണമെങ്കിൽ അതിന് അവരുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു ഒരു താങ്ങുണ്ട്, അല്ലെങ്കിൽ ഒരു പിൻബലമുണ്ട്. അവരെയും കൂടി നമ്മളെപ്പോഴും നമ്മൾ പറയാറില്ലേ, ഒരു ജയത്തിന് പിന്നിൽ ആ ജയത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സപ്പോർട്ടിംഗ് സിസ്റ്റം ഉണ്ടാവും എന്നുള്ളത്. ജയിച്ച വ്യക്തിയെ മാത്രം നമ്മൾ കണ്ടാൽ പോരാ, അവരെ ജയിപ്പിക്കാനായിട്ട് പിന്നിൽ നിന്ന് അവരെ പുഷ് ചെയ്യുന്ന ഒരു ഫാക്ടർ ഉണ്ട്. അവരെയും കൂടി നമ്മൾ കാണാം, അവരെയും കൂടി നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. അത് ഓട്ടോമാറ്റിക്കലി ആ ലേണറെ തന്നെ എന്ത് ചെയ്യുന്നതായിരിക്കും, അവർക്ക് തന്നെ എനർജി പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. സോ ഇന്നത്തെ സെഷനിൽ എന്താണ് ഒരു കുടുംബത്തിന് ഒരു ലേണറിന്റെ വിദ്യാഭ്യാസത്തില്, അല്ലെങ്കിൽ ഒരു ഒരു വിദ്യാർത്ഥിയുടെ അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥിനിയുടെ പഠിത്തം അല്ലെങ്കിൽ അക്കാഡമിക്സില് കുടുംബത്തിന് എത്രമാത്രം പ്രാധാന്യമുണ്ട്, എന്തൊക്കെ ഹാബിറ്റുകൾ ഉപയോഗിച്ചാലാണ് ഒരു ലേണറിന്റെ മാക്സിമം പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കുക. അതിനോടൊപ്പം തന്നെ ഫാമിലി മെമ്പേഴ്സിന് അവരെ കുറിച്ച് പറയാനായിട്ടുള്ളത് എന്തുകൊണ്ടാണ് എന്റെ മകൻ അല്ലെങ്കിൽ മകൾ, ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് വീണ്ടും പഠിക്കണമെന്ന ആഗ്രഹം കാണിച്ചത്, അതിന് പിന്നില് ആ വ്യക്തി നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ്, അതിന് നിങ്ങൾ നൽകുന്ന സപ്പോർട്ട് എങ്ങനെയാണ്. അത് ചിലപ്പോൾ മറ്റൊരു ഫാമിലിക്ക് അത് ഒരു ഇൻപുട്ട് ആയിരിക്കാം. അവരിങ്ങനെ ചെയ്യുന്നുണ്ട്, എന്റെ മകനും അല്ലെങ്കിൽ മകൾക്കും ഇതേപോലെ ഒരു ഇത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കുമായിരിക്കും. അപ്പോ ആ ഒരു അവരുടെ ഫാമിലി വോയിസ് നമുക്ക് കേൾക്കാം. അതുപോലെ തന്നെ ഈ സെഷൻ കുറച്ച് എന്റർടൈൻ ചെയ്യാനായിട്ട് ഒരു മ്യൂസിക്കൽ മൊമെന്റ്സ് നമ്മൾ വെക്കുന്നുണ്ട്. പ്ലസ് ലാസ്റ്റ് നിങ്ങൾക്ക് ഒരു മെസ്സേജ്, ഒരു റിമൈൻഡർ, ഇനി അടുത്തതായിട്ട് വരുന്ന സെഷൻ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ഒരു ദിവസത്തിൽ നമ്മൾ പറഞ്ഞ് മുൻപോട്ട് പോകുന്നത്. ഈ സെഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് 3 കാര്യങ്ങളാണ്. ആ 3 കാര്യങ്ങളും ഇന്നത്തെ ഒരു സെഷൻ കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഇതിന്റെ മെയിൻ ഇന്റൻഷൻ എന്ന് പറയുന്നത് ഇവിടത്തെ ലേണേഴ്സിന് അവരൊരു പ്രഷർ, ഒരു എന്താ പറയുക, ഒരു പ്രഷർ കുക്കറിൽ നിൽക്കുന്ന പോലെയാണ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിലുള്ള കുട്ടികൾ എന്ന് പറയുന്നത്. കാരണം എന്താണ്, അവർ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസിന്റെ ഇടയിൽ നിന്നുകൊണ്ടാണ് വീണ്ടും പഠിക്കണം എന്ന ആഗ്രഹത്തോട് കൂടിയിട്ട് ഇവിടേക്ക് വന്നു ചേർന്നിരിക്കുന്നത്. ആ ആഗ്രഹം അതേ രീതിയിൽ തന്നെ, അല്ലെങ്കിൽ അതിനേക്കാൾ ഉയർന്ന രീതിയിലോട്ട് ആഗ്രഹത്തിന്റെ ആ ഒരു ഇന്റൻസിറ്റി കൊണ്ടുപോകണമെങ്കിൽ അവരുടെ ഉള്ളിലുള്ള പ്രഷർ കുറയ്ക്കണം. ഒരുപാട് സ്ട്രെസ് ഉണ്ട് ഇന്നത്തെ കുട്ടികൾക്ക്. കുട്ടികൾ ഇൻ ദ സെൻസ് ലേണേഴ്സിന് ഇവിടെ ഒരുപാട് ഏജ് ഗ്യാപ്പിലുള്ളവരാണ്. ബാക്ക്ഗ്രൗണ്ട് വ്യത്യാസമാണ്, ജോലി ചെയ്യുന്ന അറ്റ്മോസ്ഫിയർ, ഫാമിലി റെസ്പോൺസിബിലിറ്റീസ്, ഏജിന്റേതായിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ്, എഡ്യൂക്കേഷൻ ഗ്യാപ്പ്, ഇതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിൽ അല്ലെങ്കിൽ നമ്മുടെ ഇഗ്നോയിൽ, നമ്മുടെ ലേൺ വൈസിൽ പഠിക്കുന്ന കുട്ടികളെ എഫക്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു സെഷൻ കഴിയുന്നതോട് കൂടിയിട്ട് അവർക്ക് അവരുടെ മൈൻഡിലുള്ള, അവരുടെ മനസ്സിലുള്ള പ്രഷർ കുറച്ചുകൊണ്ട് പരമാവധി അവർക്ക് എന്ത് ചെയ്യണം, ഈ സെഷൻ ഞങ്ങൾക്ക് ഉപകാരപ്പെട്ടു, ഒരു സപ്പോർട്ട് അവർക്ക് കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ ഈ സെഷൻ കൊണ്ട് നമുക്ക് സാധിക്കണം. അടുത്തതായിട്ട് നമ്മളുടെ ഫാമിലിയെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ലേണറിൽ നിന്ന് നമ്മൾ നേരിട്ട് പോകുന്നത് ഫാമിലിയിലോട്ടാണ്. ഫാമിലിക്ക് ഒരു കോൺഫിഡൻസ് വേണം. എന്റെ മകൻ അല്ലെങ്കിൽ എന്റെ മകൾ, അത് ഭാര്യയാകാം ഭർത്താവാകാം ആരുമായിക്കോട്ടെ, അവര് ചൂസ് ചെയ്തിരിക്കുന്നത്
ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ലേൺവേസിൽ വന്നു ചേർന്നിരിക്കുന്നത്, അല്ലെങ്കിൽ അവർക്ക് ഈ പ്രായത്തിലും പഠിക്കാനാകും, അല്ലെങ്കിൽ ഈ തിരക്കുകൾക്കിടയിലും അവർക്ക് പഠിത്തം മുൻപോട്ട് കൊണ്ടുപോകാനാകും. ആ ഒരു കോൺഫിഡൻസിൽ ഫാമിലിക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കണം. പല ഫാമിലിയും ഉണ്ടാകും. വീട്ടിൽ നിന്ന് ഒരാൾ പഠിക്കാനായിട്ട് ഇത്രയും ഗ്യാപ്പിന് ശേഷമോ, ഇത്രയും വയസ്സ് കുറച്ച് കൂടിയതിന് ശേഷം, അല്ലെങ്കിൽ ഒരുപാട് സ്ട്രെസ്സിന്റെ ഇടയിൽ നിന്നൊക്കെ വരുമ്പോൾ സാധിക്കുമോ? ഈ ഒരു പ്രായത്തിൽ അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് ഇതൊക്കെ പോസിബിൾ ആവുമോ എന്നൊരു തോന്നല് ഫാമിലിയുടെ ഇടയിലുണ്ടാവും. ആ ഒരു ചിന്ത ഒരു 50% മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ലേണേഴ്സിന് ഒന്നും കൂടെ എന്താവും, അവർക്ക് പഠിക്കാനായിട്ട് കുറച്ചും കൂടി ഒരു ഏഹ്, ഏഹ്, ഒരു ബൂസ്റ്റപ്പ് കിട്ടുകയാണ്. സോ ആ ഫാമിലിക്ക് നമുക്കൊരു കോൺഫിഡൻസ് കൊടുക്കാനായിട്ട് സാധിക്കണം. ഇനി ലേണർ കഴിഞ്ഞു, ഫാമിലി കഴിഞ്ഞു. അവസാനം ഈ സെഷനിലുള്ള എല്ലാവർക്കും, ആരുമാകട്ടെ, അവർക്കൊക്കെ ഒരു പ്രതീക്ഷ കൊടുക്കാൻ നമുക്ക് ഈ സെഷൻ കൊണ്ട് സാധിക്കണം. കാരണം നിങ്ങൾ ചെന്ന് പെട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഇഗ്നോയിലേക്കുള്ള കോഴ്സുകൾ ചെയ്യാൻ വന്നിരിക്കുന്നത് കറക്റ്റ് ആയിട്ടുള്ള പ്ലേസിലാണ്. നിങ്ങളുടെ ചുറ്റുമുള്ള ലേണിംഗ് സർക്കിൾ നിങ്ങൾക്ക് ഇനിയുള്ള നിങ്ങളുടെ യാത്രകളെ നല്ല രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോകാൻ നിങ്ങളെ സഹായിക്കുന്നതാണ് എന്നൊരു തോന്നല് നിങ്ങൾക്ക് ഉണ്ടാക്കി ഒരു പ്രതീക്ഷ വേണം. കാരണം നാളെ എന്നുള്ളത് നമുക്കറിയില്ല. ആ ഒരു പ്രതീക്ഷ ഉണ്ടെങ്കിലേ നമുക്ക് മുമ്പോട്ട് പോവാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോ നമ്മളിപ്പോ ഡിസ്റ്റൻസ് ആണ് പഠിക്കുന്നത്. നിങ്ങള് ആപ്പിലൂടെയാണ് നിങ്ങളുടെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കുന്നത്. എല്ലാം ഓൺലൈനാണ്. അപ്പോ നിങ്ങളൊന്നും കാണുന്നില്ല. നേരിട്ട് ഫീല് ചെയ്യുന്നില്ല. പക്ഷേ ഈ ഒരു സെഷൻ കഴിയുന്നതോട് കൂടിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അതേ അനുഭവങ്ങളുള്ള, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള അതേ ഫാമിലി അറ്റ്മോസ്ഫിയർ ഉള്ള കുറച്ച് പേരുടെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറീസും ഒക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും. അതിലൂടെ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കാനും നിങ്ങളുടെ ലേണിംഗ് സർക്കിൾ കുറച്ചുകൂടെ മെച്ചപ്പെടുത്താനും നിങ്ങൾക്ക് സാധിക്കണം. ഇനി ഈ ഒരു എന്തുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നമ്മുടെ ഒരു പ്രായം കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു സ്റ്റേജിന് ശേഷം പഠിത്തം ബുദ്ധിമുട്ടാണെന്നുള്ളത്? കാരണം നമുക്ക് ഒരുപാട് വർക്ക് വരുന്നുണ്ട്, ഫാമിലി റെസ്പോൺസിബിലിറ്റീസ് വരുന്നുണ്ട്, ജോലി സംബന്ധമായിട്ടുള്ള ഡെഡ്ലൈൻസുകള്, ഒരുപാട് സ്ട്രെസ്, അതിന്റെ കൂടെ മാനസികവും ശാരീരികവുമായിട്ടുള്ള തളർച്ച. പിന്നീട് നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കും, എന്നെ കൊണ്ട് ഇതാവോ, സാധിക്കോ ഈ പ്രായത്തില്, അല്ലെങ്കിൽ ഇത്രയും ഗ്യാപ്പിന് ശേഷം ഇതൊക്കെ നടക്കുവോ? എല്ലാവർക്കും ഉള്ള ഒരു ചിന്തയാണല്ലേ, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചിന്തയുണ്ട്. ഇതൊക്കെ നടക്കുവോ? എന്നെക്കൊണ്ട് പറ്റുവോ? എന്താ വെച്ചാ നമ്മൾ ഈ ഓറിയന്റേഷൻ സെഷൻ, ഓൺബോർഡിങ് സെഷനിലൊക്കെ ഇത് ഒത്തിരി കേൾക്കുന്നതാണ്. മാം, ഇത് പറ്റുവോ ഞങ്ങളെ കൊണ്ട്? എളുപ്പാണോ? പഠിക്കാനാവോ? ഈ ചിന്ത ആദ്യം തന്നെ മാറ്റിയെടുത്തു കഴിഞ്ഞാൽ പകുതി നിങ്ങളുടെ ടെൻഷനും മാറും, സ്ട്രെസ്സും മാറും. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഒരു സ്ലോട്ട് കണ്ടെത്തി നിങ്ങൾ പഠിക്കാനായിട്ട് നിങ്ങൾ എഫേർട്ട് ഇടുക എന്നുള്ളതാണ്. അതിന് നിങ്ങൾ മാത്രം വിചാരിച്ചാ പോരാ. നിങ്ങളുടെ ചുറ്റുമുള്ള നിങ്ങളുടെ പല ഘടകങ്ങളും ഇതിനെ സ്വാധീനിക്കുന്നുണ്ട്. അതിലൊന്നാമത്തെ ഘടകമാണ് ഫാമിലി. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സെഷന് ഇത്രയും പ്രാധാന്യം ഉള്ളതും. നമ്മളുടെ ഫാമിലിയിലുള്ള അ എ ഒ ഒരു ഓരോ വ്യക്തിയും നമുക്ക് എത്രമാത്രം പിന്തുണ നൽകുന്നോ, അത്രമാത്രം നമ്മുടെ റിസൾട്ട് നിങ്ങളുടെ എക്സാമിൽ നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഒരു ഫാമിലി മെമ്പർ, അല്ലെങ്കിൽ നിങ്ങളുടെ മകളാണ് ഇവിടെ പഠിക്കുന്നത്, അല്ലെങ്കിൽ ഒരു മകനാണ് ഇവിടെ പഠിക്കുന്നത് എങ്കിൽ, ഒരു പാരന്റ് എന്ന രീതിയിൽ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാനാകും? അല്ലെങ്കിൽ ഒരു ഹസ്ബൻഡ് എന്ന രീതിയിൽ, ഒരു വൈഫ് എന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് എന്ന രീതിയിൽ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാനാകും എന്നുള്ളതാണ് പറയുന്നത്. അത് ജസ്റ്റ് ഒരു 4 പോയിന്റ്സ് എടുത്ത് നമ്മൾ പറയുകയാണെങ്കിൽ, നിങ്ങളൊരു വീട്ടില് നിങ്ങളുടെ പഠിക്കുന്ന ഇപ്പൊ ഒരു ലേണർ ഉണ്ടെങ്കിൽ, ആ ലേണർക്ക് നിങ്ങൾ ഒരു ദിവസത്തിൽ ഒരു 40 മിനിറ്റെങ്കിലും അവന് പഠിക്കാനായിട്ടുള്ള ഒരു സമയം നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. ചിലപ്പോൾ ആ കുട്ടിക്ക് പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരിക്കും. പക്ഷെ ചുറ്റുമുള്ള പല ഘടകങ്ങളും ചിലപ്പോൾ അവനെ പിന്തിരിപ്പിക്കും. അപ്പൊ നിങ്ങളായിട്ട് തന്നെ പറയണം, ഇത് നിന്റെ പഠിത്തത്തിന്റെ സമയമാണ്, പോയിരുന്നു പഠിച്ചോളൂ. ചിലപ്പോൾ അതൊന്ന് കേട്ട് കഴിഞ്ഞാൽ, എനിക്ക് പഠിക്കാനായിട്ടുള്ള, ചില കുട്ടികൾ സമ്മതത്തിന് വേണ്ടി കാത്തു നിൽക്കും. അപ്പൊ ആ ഒരു സമ്മതം അവിടുന്ന് കിട്ടിക്കഴിഞ്ഞാൽ, പോയിരുന്നു പഠിക്കാം, റിലാക്സ്ഡ് ആയിട്ട് ചെന്നിരിക്കാം. ആ ചെന്നിരിക്കുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും അവനെ പല കാര്യങ്ങൾ പറഞ്ഞ് അത് ചെയ്യൂ, ഇത് ചെയ്യൂ, അല്ലെങ്കിൽ പഠിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഇടയിൽ ചെന്നിട്ട് നിങ്ങൾ ചെന്നിട്ട് എന്ത് ചെയ്യണ്ട, നമ്മൾ നോക്കണ്ട, അവര് പഠിക്കട്ടെ. അപ്പൊ അവർ ഇൻഡിപെൻഡന്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കും. അപ്പൊ നമ്മൾ കാം ആയിട്ട് അവരെ എൻകറേജ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇടയ്ക്കിടയിൽ ചെന്നിട്ട് എവിടം വരെ എത്തി എത്തി പഠിച്ചിട്ട് പറഞ്ഞ ഭാഗങ്ങൾ പഠിച്ചു തീർന്നോ, അങ്ങനെ ചോദിക്കേണ്ട ആവശ്യമില്ല. അതിന് സമയം, നിനക്കിത് മാനേജ് ചെയ്യാൻ പോവാൻ പറ്റുന്നില്ലേ? കഴിഞ്ഞ് കഴിഞ്ഞാ ആ ഒരു ടൈം കഴിഞ്ഞ് കഴിഞ്ഞാ എങ്ങനെ ബാലൻസ് ചെയ്യാൻ പറ്റിയോ? എത്രത്തോളം കവർ ചെയ്യാൻ പറ്റി? അങ്ങനെ ആ രീതിയിലൊക്കെ വളരെ കാം ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ചോദിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ അവനുണ്ടാക്കുന്ന ഓരോ സ്മോൾ ആയിട്ടുള്ള, ചിലപ്പോ ഒരു ദിവസം അവൻ അല്ലെങ്കിൽ ആ ഒരു ലേണർ ചിലപ്പോ എന്ത് ചെയ്തിട്ടുണ്ടാവും? ഒരു ഒരു ഫിക്സ്ഡ് യൂണിറ്റ് അവന് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ നമ്മുടെ ആപ്പിലുള്ള ഏതെങ്കിലും ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കണ്ടിട്ടുണ്ടാവും. അല്ലെങ്കിൽ എക്സാം പീഡിയയിലെ ക്വസ്റ്റ്യൻസോളം അവൻ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ആ ലേണർ നമ്മൾ എന്ത് ചെയ്യുക? കൺഗ്രാജുലേറ്റ് ചെയ്യുക. നീ ചെയ്തല്ലോ.
അതിലിപ്പോ ചെറിയൊരു കാര്യമാണെങ്കിൽ നമ്മൾ കൺഗ്രാജുലേറ്റ് ചെയ്യുക. അത് നാളത്തേക്ക് അവനെ അല്ലെങ്കിൽ ആ ലേണറെ എന്ത് ചെയ്യും, ഒന്നും കൂടെ ബൂസ്റ്റപ്പ് ചെയ്യും. അപ്പൊ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഒരു 7 പോയിന്റ്സ് ആക്കിയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു ലേണർക്ക് ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള ടൈം സ്ലോട്ടിൽ പഠിക്കാനായിട്ട് അനുവദിക്കുക. ആ സമയം അവൻ മറന്നുപോയാലും അല്ലെങ്കിൽ ആ ലേണർ മറന്നുപോയാലും നമ്മൾ ഓർമ്മപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. പോയിരുന്നു പഠിച്ചോളൂ, ഞങ്ങൾ ആരും ശല്യം ചെയ്യാൻ വരില്ല എന്നുള്ള രീതിയിൽ പറയുക. അടുത്തത് ഇടയ്ക്കിടയ്ക്ക് ചെന്ന് അതിൽ ചെന്നിട്ട് നമ്മൾ എന്തായി എവിടെ എത്തി, കഴിഞ്ഞില്ലേ തീർന്നില്ലേ എന്നുള്ള രീതിയിൽ ടെൻഷൻ അടിപ്പിക്കാതിരിക്കുക കുട്ടിയെ, ഐ മീൻ ലേണറെ. പിന്നീട് എൻകറേജ് ചെയ്യുക. ആ, ഉ- പഠിച്ചോളൂ പഠിച്ചോളൂ എന്നുള്ള രീതിയിലുള്ള ഒരു എൻകറേജ്മെന്റ് കൊടുക്കുക. ചെറിയ ചെറിയ ആ, ആ, വിജയങ്ങളായാലും അത് സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് മറക്കാതിരിക്കുക. അത് വലിയ ഗിഫ്റ്റോ കാര്യങ്ങളോ ഒന്നും കൊടുക്കാനല്ല, വാക്കുകളാൽ എന്ത് ചെയ്യാനായിട്ട് ശ്രമിക്കുക, നമ്മൾ കൺഗ്രാജുലേറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സ്ട്രെസ് മാനേജ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആ ചുറ്റും ആ രീതിയിലുള്ള അറ്റ്മോസ്ഫിയർ നമ്മൾ എന്ത് ചെയ്യാനായിട്ട് നോക്കുക, ഒരുക്കി കൊടുക്കാനായിട്ട് നോക്കുക. ഒരു റൊട്ടീൻ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിലാണെങ്കിലും ശീലങ്ങളുടെ കാര്യത്തിലായാലും ഉറങ്ങുന്ന സമയമായാലും അതൊക്കെ റൊട്ടീൻ കീപ്പ് ചെയ്ത് കൊടുക്കുക. ഇത്ര സമയത്ത് പഠിച്ചോളൂ, ഇത്ര സമയത്ത് ഭക്ഷണം കഴിച്ചോളൂ, അതിലൊക്കെ ഒരു ഹെൽപ്പ് കൊടുക്കുക. അല്ലെങ്കിൽ ചിലപ്പോൾ വീട്ടിലെ ഭക്ഷണം കഴിയുന്നവരെ വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ ചിലപ്പോൾ പഠിക്കാനുള്ള സമയം കഴിയും. അപ്പൊ ആ സമയമാകുമ്പോൾ കറക്റ്റ് ടൈമിന് അതെല്ലാം അറേഞ്ച് ചെയ്ത് കൊടുക്കാനായിട്ട് ആ ലേണർ അത് സെറ്റ് ചെയ്ത് നമ്മൾ കൊണ്ടുവന്ന് തരുമ്പോൾ അതിനനുസരിച്ച് നമ്മളും ബാക്കിൽ നിന്ന് പുഷ് ചെയ്ത് കൊടുക്കുക. നിങ്ങളായിട്ട് ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം എന്നൊന്നും പറയില്ല. ലേണറിന്റെ ടൈം അനുസരിച്ചിട്ട് ടൈം ടേബിൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ടുള്ള എന്ത് ചെയ്യുക, സാഹചര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കുക, ഒരുക്കി കൊടുക്കുക. പിന്നെ റെസ്പെക്ട് ചെയ്യുക. നമ്മൾ അവരോട് അയ്യോ ഇത്രയും പ്രായമായിട്ട് ഇത് എന്തിനാ, അല്ലെങ്കിൽ ഇത്രയും വർഷം കഴിഞ്ഞിട്ട് എന്തിനാ, ഈ സ്ട്രെസ്സിന്റെ ഇടയിൽ എന്തിനാ, ഈ ജോലിക്കിടയിൽ എന്തിനാ ഇതൊക്കെ ചെയ്യണത്, അല്ലെങ്കിൽ മക്കളെ നോക്കണ്ടേ, അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ഇതിന്റെ ഇടയിൽ നീ ഇതൊക്കെ ചെയ്യുന്നില്ലേ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാനായിട്ട് നോക്കുക, അവരെ വീണ്ടും മോട്ടിവേറ്റ് ചെയ്ത് റെസ്പെക്ട് ചെയ്യാനായിട്ട് നോക്കുക. കാരണം ഇത് ചെയ്യുന്നത് വലിയൊരു കാര്യമാണ്. ഇത്രയും തിരക്കിന്റെ ഇടയിൽ വീണ്ടും പഠിക്കാനായിട്ട് തുടങ്ങുക എന്ന് പറയുന്നത് ഒത്തിരി വലിയൊരു കാര്യമാണ്. പലർക്കും സാധിക്കാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാനായിട്ട് നോക്കുക, അവരെ എന്താ പറയാ, അവരെ പുച്ഛിച്ചില്ലെങ്കിലും അങ്ങനെ നമ്മൾ പറയില്ലേ, ആ രീതിയിൽ അങ്ങനെ കണ്ടില്ലെങ്കിലും അവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ബഹുമാനത്തോടെ അതിശയത്തോടെ കണ്ടുകൊണ്ട് അവരെ മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഓരോ ഫാമിലി മെമ്പേഴ്സും ലേണേഴ്സിനെ സഹായിക്കുക. ഇനി ചെറിയൊരു നിങ്ങളുടെ നിത്യജീവിതത്തിൽ നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ വീണ്ടും വർഷങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ ഇത്രയും സ്ട്രെസ്സിന്റെ ഇടയിലൊക്കെ പഠിക്കുന്ന ലേണേഴ്സ് ഉണ്ടെങ്കിൽ അവരോട് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന കുറച്ച് സെന്റൻസസുകളാണ് നമ്മൾ ഈ പറയുന്നത്. അത് നിങ്ങൾക്ക് തോന്നും ജസ്റ്റ് ഒരു 1 ലൈൻ സെന്റൻസ് അല്ലേന്ന് തോന്നും. പക്ഷെ അത് അവർക്ക് ഒരുപാട് എന്താ പറയാ, ഒരുപാട് മോട്ടിവേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഒന്നാമത്തെയാണ് പറയുന്നത്, ടേക്ക് യുവർ ടൈം, ഐ എം വിത്ത് യു. നിങ്ങൾക്ക് വേണ്ട സമയം എടുത്തോളൂ, ഞങ്ങൾ കൂടെയുണ്ട് അല്ലെങ്കിൽ ഞാൻ കൂടെയുണ്ട്. അല്ലാണ്ട് ഇത്ര സമയത്തിനുള്ളിൽ പഠിക്കണം കേട്ടോ, തീർക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് അത് ടെൻഷൻ ഉണ്ടാക്കാം. പിന്നെന്താ പറയണത്, ഡു യുവർ സെഷൻ, വി വിൽ ടോക്ക് ആഫ്റ്റർ. ഇപ്പൊ നിനക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ നീ ചെയ്തോളൂ, നമുക്ക് സംസാരിക്കാനുള്ളത് പിന്നെ ആവാം. അപ്പൊ ആ ഒരു സമയം അതൊരു 30 മിനിറ്റ്, കാരണം വർക്ക് ചെയ്യുന്നവർക്കൊന്നും അത്ര സമയം കിട്ടണമെന്നില്ല. അതിലുള്ള സമയം പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കും. വൺ സ്റ്റെപ്പ് ടുഡേ ഈസ് ഇനഫ്. നിനക്ക് ഇന്നിപ്പോ തീരെ വയ്യെങ്കിലും നീ ഒന്നും ചെയ്യാതിരിക്കേണ്ട. നമ്മുടെ സെക്കൻഡ് സെഷനിൽ നമ്മുടെ ലോജിഷ മാം ആൻഡ് അൻവഷ്യ മാം പറഞ്ഞിട്ടുണ്ട്, ഒന്നും ചെയ്യാനായിട്ട് സാധിച്ചില്ലെങ്കിലും ജസ്റ്റ് ആ ക്വസ്റ്റ്യൻ പേപ്പറോട് ആൻസർ ചെയ്യുക, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു വീഡിയോ കാണുക. ഒരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുക, ഒരു സ്റ്റെബിലിറ്റി കീപ്പ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. ഐ എം പ്രൗഡ് യു റീസ്റ്റാർട്ടഡ്. ഓരോ ദിവസവും നമ്മൾ ഇടയ്ക്കൊന്ന് പറയും, നമ്മൾ ഇടയ്ക്ക് ഇപ്പൊ നമ്മളോട് തന്നെ പറയാൻ പറയില്ല, ഐ ആം ദ ബെസ്റ്റ് എന്ന്. അതുപോലെ നമ്മളോട് ഒരാൾ പറയാണ്, നിന്നെ നിന്നെ എനിക്ക് കാണുമ്പോൾ പ്രൗഡ് തോന്നുന്നു, അഭിമാനം തോന്നുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അവനുണ്ടാക്കുന്ന ഒരു പോസിറ്റീവ് എനർജി എന്ന് പറയുന്നത് വളരെ ഒരു ഡിഫറെന്റ് ആണ്. അപ്പൊ അങ്ങനെ നമ്മൾ അവരോട് പറയാനായിട്ട് ശ്രമിക്കുക. ചെറിയ ഒരു സെന്റൻസ് ആണെങ്കിൽ ഒത്തിരി മാറ്റങ്ങൾ നമ്മുടെ ലൈഫിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഹൗ ക്യാൻ ഐ ഹെൽപ്പ്, അവരോട് ചോദിക്കുക. ചിലപ്പോൾ അവർ ഇത്രയും കാര്യങ്ങൾക്കിടയിലല്ല ഇതൊക്കെ ചെയ്യുന്നത്. ചിലപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം വേണമെന്നായിരിക്കും ചിലപ്പോൾ. ആ സമയത്ത് ഞാൻ എന്തെങ്കിലും ചെയ്തു തരണോ, വെള്ളം കൊണ്ടുവന്ന് തരണോ, അല്ലെങ്കിൽ ബുക്ക് വേണോ, പേപ്പർ വേണോ. അപ്പൊ അതൊക്കെ ചോദിക്കുമ്പോ അവർക്ക് എന്നെ പഠിക്കാനായിട്ട് ഇവിടെ അതിനുള്ള സാഹചര്യം ഒരുക്കി തരുന്നുണ്ടല്ലോ എന്നുള്ളൊരു ഫീല് വരും. അല്ലെങ്കിൽ എന്നെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ടല്ലോ, എനിക്ക് വേണ്ടിയിട്ട് അവര്
ഇത്രയൊക്കെ ചെയ്തു തരുന്നില്ലേ എന്നുള്ളൊരു ഫീല് വരും. പിന്നെ യു ആർ നോട്ട് അലോൺ. അതാണ് ഏറ്റവും വലിയൊരു കാര്യം. നീ ഒറ്റയ്ക്കല്ല, നിന്റെ കൂടെ ഞങ്ങളും ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഓരോ ലേണേഴ്സ് ഉണ്ടെങ്കിലും നിങ്ങളത് എന്ത് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നാളെ മുതൽ അല്ലെങ്കിൽ ഇന്ന് മുതൽ നിങ്ങളത് പ്രാവർത്തികമാക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിപ്പോ നമ്മുടെ ഇപ്പോ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ മാത്രമല്ല, നിങ്ങൾ എന്ത് ചെയ്യുന്ന ഏതൊരു കാര്യത്തിലായാലും ഇത്രയും സെന്റൻസുകൾ നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങളുടെ ഡേ ടു ഡേ ലൈഫിൽ ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടാക്കിയെടുക്കും. അപ്പോൾ ഇത്രയും ഇത്രയും കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നിങ്ങളുടെ ലേണേഴ്സിനെ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള ചെറുത് മുതൽ വലുത് വരെയുള്ള ലേണേഴ്സിനെ നിങ്ങൾക്ക് മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ ഫാമിലി മെമ്പേഴ്സിന് സാധിക്കണം. അപ്പൊ ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത്രയും കുറച്ച് ടിപ്സുകളും കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഇനി ഫാമിലി മെമ്പേഴ്സിന് പറയാനായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ അത് നമുക്ക് കേൾക്കാം. അത് കേൾക്കാനായിട്ട് ഞാൻ വാണി മാമിനെ ഇൻവൈറ്റ് ചെയ്യാണ്. വാണി മാം. അപ്പം നമ്മുടെ ഒ പി സെഷനിൽ നമ്മുടെ 8th സെഷനാണ് ഇന്ന്. അപ്പം നമ്മൾ കഴിഞ്ഞ സെഷൻസിലെല്ലാം പല പല കാര്യങ്ങൾ പറഞ്ഞു വന്നു. ഗോൾ സെറ്റ് ചെയ്യാനും ദെൻ ആ ഗോൾ സെറ്റ് ചെയ്തതിന് ശേഷം എങ്ങനെ ഒരു പ്രോപ്പർ ഡയറക്ഷൻ, പിന്നെ ഒരു മെന്റൽ റിലീഫ്, കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത് വന്നില്ലേ. അതെല്ലാം നമ്മൾക്ക് വേണ്ടിയുള്ളതായിരുന്നു. അതിലെല്ലാം ആസ് എ സ്റ്റുഡന്റ് എന്ന രീതിയിൽ നമ്മൾ മാത്രമായിരുന്നു പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇന്നത്തെ സെഷൻ അങ്ങനെയല്ല. ഇത് നമ്മൾ മാത്രമല്ല, നമ്മളുടെ ആരാണോ നമ്മൾക്കൊരു വഴികാട്ടിയാവുന്നത്, അല്ലെങ്കിൽ നമ്മളുടെ ഓരോ കാര്യങ്ങൾക്കും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തി ആരാണോ അവരെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ സെഷൻസ് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു വെർച്വലി നമ്മൾ ഈ ഒരു ഇവന്റ് കണ്ടക്ട് ചെയ്യുന്നത് കൊണ്ട് സമയപരിമിതിയും ടെക്നിക്കലായിട്ടുള്ള എല്ലാ ഇഷ്യൂസും ഉള്ളത് കൊണ്ടാണ് വളരെ ലിമിറ്റഡ് ആയിട്ട് നമ്മളൊരു എൻട്രി ചോദിച്ചാൽ നമ്മുടെ ഓൾമോസ്റ്റ് സ്റ്റുഡൻസ് എല്ലാവരും സപ്പോർട്ടീവ് ആയിരുന്നു അവരുടെ ഫാമിലി മെമ്പേഴ്സിനെ ഈ ഒരു സെഷനിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട്. പക്ഷേ നമ്മളുടെ സമയപരിമിതി കൊണ്ടാണ് നമ്മൾ സെലക്റ്റീവ് എന്നല്ല, നമുക്ക് എല്ലാവരെയും ടൈമിൽ അവൈലബിൾ ആയ കുറച്ചു പേരെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ ഒരു സെഷൻസ് നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഇതിനകത്ത് പലരുടെ മീൻസ് എന്ന് വെച്ചാൽ ചില കുട്ടികളുടെ അമ്മമാരുണ്ട്, അച്ഛന്മാരുണ്ട്, ഹസ്ബൻഡ് ഉണ്ട്, വൈഫുണ്ട്, നേരെ തിരിച്ച് അമ്മയെ സപ്പോർട്ട് ചെയ്യുന്ന മക്കൾ വരെ ഈ ഒരു സെഷനകത്ത് ഉണ്ട്. അപ്പൊ നമ്മൾക്ക് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരുടെയും ഒരു ആഗ്രഹപ്രകാരം നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന ഒരു സെഷനാണ്. അപ്പൊ നമുക്ക് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്നത് അഫീഫാണ്, ഹസ്ബൻഡ് ഓഫ് ഹംന, MSc കെമിസ്ട്രി. MSc കെമിസ്ട്രിയിലെ ഹംനയുടെ ഹസ്ബൻഡായിട്ടുള്ള അഫീഫിനെയാണ് ഇൻവൈറ്റ് ചെയ്യുന്നത്. കെമിസ്ട്രിയിൽ പഠിക്കുന്ന ഹംനയുടെയും അതുപോലെ തന്നെ അഫീഫ എന്ന് പറയുന്നവരുടെയും പാരന്റ് ആയിട്ടാണ് വരുന്നത്. ഹംന വൈഫാണ്, അതുപോലെ അഫീഫ സിസ്റ്ററാണ്. രണ്ടുപേരും ഇപ്പോ അടുത്തില്ല. അഫീഫ അവളുടെ കല്യാണം കഴിച്ചു പോയ വീട്ടിലാണ്, ഹംന സ്വന്തം വീട്ടില് പ്രഗ്നന്റ് ഡെലിവറി ഒക്കെ കഴിഞ്ഞ് കിടക്കുകയാണ്. രണ്ടുപേരും സ്ഥലത്തില്ല. രണ്ടുപേരുടെ അടുത്തുനിന്നല്ല സംസാരിക്കണം. ഞാൻ സ്വന്തമായിട്ട് വന്നതാണ് ഈ മീറ്റിംഗിലേക്ക് ജോയിൻ ചെയ്തത്. രണ്ടുപേരും ഡിഗ്രി പഠിക്കുന്ന സമയത്താണ് മാരീഡ് ആയത്. അതിനുശേഷം തുടർന്ന് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു. കെമിസ്ട്രി BSc കെമിസ്ട്രി കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം എൻ്റെ ഫാദർ ഈ വിദ്യാഭ്യാസത്തിന് ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നതാണ്, ഒരിക്കലും പഠനം നിർത്താൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരെയും ചെറിയ കുട്ടികളായ സമയത്ത് തന്നെ അവരെ റെഗുലർ B.Edന് 2 ഇയർ B.Edന് ചേർത്ത് അവിടെ ഒരു വീടൊക്കെ വാടകയ്ക്ക് എടുത്ത് കുട്ടികളൊക്കെ നോക്കി, ഫാദറും മദറും കുട്ടികളൊക്കെ നോക്കി അവിടെ നിന്ന് അങ്ങനെ B.Ed കഴിഞ്ഞു പോകുന്ന വ്യക്തികളാണ് ഈ രണ്ടുപേരും. അതിനുശേഷം സ്കൂളിൽ ജോയിൻ ചെയ്തു. ഇപ്പോൾ സ്കൂളിൽ ടീച്ചേഴ്സാണ്. പക്ഷേ MSc കെമിസ്ട്രി ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ഇല്ല എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് റെഗുലറായിട്ട് പോകാൻ സാധിക്കാതെ വിഷമിച്ച് 2 വർഷം പഠനം കണ്ടിന്യൂ ചെയ്യാൻ കഴിയാതെ നിൽക്കുന്ന സമയത്താണ് ഇഗ്നോയില് MSc കെമിസ്ട്രി ഇങ്ങനെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ വന്നത്. അപ്പോൾ ഉടനെ തന്നെ നമുക്ക് സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ലേൺ വൈസ് കിട്ടുകയും അതിലൂടെ ജോയിൻ ചെയ്യുകയാണ് ചെയ്തത്. പഠനത്തിന് രണ്ടുപേർക്കും താല്പര്യമുണ്ട്. അവര് ഇങ്ങോട്ടാണ് പറഞ്ഞത് ഈ കെമിസ്ട്രിക്ക് പോകാം എന്നുള്ളത്. അപ്പോൾ കൂടുതൽ നമ്മൾ ഇപ്പോൾ സപ്പോർട്ട് ചെയ്തിരുന്ന ഫാദർ കഴിഞ്ഞ ഒരു 8 മാസം മുൻപ് പെട്ടെന്നൊരു അറ്റാക്ക് ആയിട്ട് മരണപ്പെട്ടു. പക്ഷെ നമ്മൾ അതിന് തടസ്സം നിൽക്കൊന്നും ചെയ്തില്ല. വളരെ സപ്പോർട്ടീവായിട്ട് തന്നെ എല്ലാവരും, അവരുടെയൊക്കെ വീട്ടിൽ നിന്നായാലും നമ്മുടെ വീട്ടിൽ നിന്നായാലും എല്ലാവരും സപ്പോർട്ടീവായിട്ട് അവർക്ക് ഒപ്പം നിന്ന് കൊടുത്തു. വളരെയധികം സന്തോഷമുള്ള രണ്ടുപേരും പഠിക്കുന്നത് അവര് സ്വയം ജോലി ചെയ്ത ക്യാഷ് കൊണ്ട് തന്നെയാണ്. അത് അവർക്കും അഭിമാനിക്കാം, ഞങ്ങൾക്കും ഒരു അഭിമാനമാണ്. അപ്പൊ എല്ലാവിധ സപ്പോർട്ടും കൊടുത്ത് കൂടെ ഉണ്ടാവും. പഠനം ഇപ്പൊ ഞാൻ ഇതുപോലെ ഡിഗ്രി PG ഒക്കെ ഇഗ്നോയിൽ ചെയ്ത ആളാണ്. ജോലി ചെയ്തുകൊണ്ട് തന്നെ സ്വയം ചെയ്ത ഡിഗ്രിയും PG ഒക്കെയാണ്. ഇപ്പൊ ഇതില് ഞാനിപ്പോ നോക്കിയപ്പോൾ ഒരു 150ഓളം പേരുണ്ട്. എല്ലാവരും ഒരുപാട് പ്രായമുള്ളവരുണ്ട്. അപ്പോൾ എനിക്കിപ്പോ ഇതിൽ നിന്ന് നോക്കിയപ്പോൾ ഒരു മോട്ടിവേഷൻ, ഏതെങ്കിലും ഒന്ന്
ഒരു കോഴ്സ് എടുത്ത് ചേർന്നാലോ എന്നുള്ള ഒരു മോട്ടിവേഷനാണ് ഇപ്പൊ എനിക്കിത് നോക്കിയപ്പോൾ മനസ്സിലായത്. എല്ലാവരും ഉഷാറായിട്ടുണ്ട്. അപ്പൊ നമ്മളൊന്നും ഇപ്പൊ നിർത്താനായിട്ടില്ല. ശരിക്കും ഞാനിതിൽ തുടരേണ്ട ഒരു വ്യക്തിയാണോ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും ഇവരുടെ കൂടെ സപ്പോർട്ടീവ് ആയിട്ട് ഉണ്ടാവും. എല്ലാവരും ഉഷാറായിട്ട് പഠിക്കുക. ഏത് കോഴ്സാണോ എടുത്തത് അത് ഗംഭീരമായിട്ട് കംപ്ലീറ്റ് ചെയ്യുക. എല്ലാവിധ ഫാമിലി ഇത്രയും സപ്പോർട്ട് ചെയ്ത ഒരു 150 ആള് ഈ ലേൺ വൈസിന്റെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ എത്രത്തോളം എഡ്യൂക്കേറ്റഡ് ആണ് നമ്മുടെ കേരളം എന്നുള്ളതിന്റെ തെളിവാണ് ഇതൊക്കെ. അപ്പൊ എല്ലാവിധ ആശംസകളും എല്ലാവർക്കും തരുകയാണ്. ഓക്കെ. ഓക്കെ, താങ്ക് യു. നല്ല രീതിയിലൊരു മോട്ടിവേഷൻ ആയിരുന്നു അല്ലേ? ഇതുപോലെ സപ്പോർട്ട് ചെയ്യും. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചോ? സ്വന്തം ഏണിങ്സിൽ നിന്നും പഠിക്കാന്നുള്ളത് ഇല്ലേ? നമുക്ക് ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ, അതൊരു ഫാമിലി അല്ലെങ്കിൽ നമ്മുടെ കൂടെ സപ്പോർട്ടീവായി നിൽക്കേണ്ട ആള് നമുക്ക് ചെയ്തു തരേണ്ട ഏറ്റവും നല്ല കാര്യമാണ് ഇൻഡിപെൻഡന്റ് ആവുക എന്നുള്ളത്. അവനവന്റെ കാര്യം, നമ്മുടെ ആവശ്യങ്ങൾക്ക് നമ്മൾ ഒരാളെ ഡിപ്പെൻഡ് ചെയ്യാതെ ചെയ്തു പോകാനുള്ള പ്രാപ്തി നമ്മുടെ കൂടെ ഉള്ള ആൾക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സപ്പോർട്ടീവ്. അപ്പം വൺസ് അഗെയിൻ താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. അപ്പൊ നെക്സ്റ്റ് നമുക്ക് അടുത്ത ആളിലേക്ക് പോവാം. അടുത്തതായിട്ട് നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്നത് ദിവ്യ ദിലീപ് ആണ്. ദിവ്യ ദിലീപ് എന്ന് പറയുന്നത് ഡോക്ടർ സൗമ്യ വിജയൻ, MA സോഷ്യോളജി. MA സോഷ്യോളജിയിൽ സൗമ്യ വിജയന്റെ മകളായിട്ടുള്ള ദിവ്യ ദിലീപ് ആണ്. സൗമ്യ പറഞ്ഞാട്ടെ, സൗമ്യ എങ്ങനെയാണ് അമ്മയെ സപ്പോർട്ട് ചെയ്യുന്നത്? സൗമ്യല്ല, എന്റെ പേര് ദിയയാണ്. ഞാൻ 8th ക്ലാസ്സിൽ. ഓക്കെ, പറഞ്ഞോളൂ. എന്റെ അമ്മ ഇങ്ങനെ BA സോഷ്യോളജി ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞപ്പം ഞാൻ ഒരുപാട് സപ്പോർട്ടീവ് വന്നു. പിന്നെ എന്റെ ബ്രദർ UKG ക്ലാസ്സിലാണ്. ഒരുപാട് കുഞ്ഞാണ്ട് അവനെയൊക്കെ നോക്കുന്നായിരുന്നു മോസ്റ്റ്ലി എന്റെ ഡ്യൂട്ടി. അപ്പം അമ്മ ഇങ്ങനെ ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ ഞാൻ വേറൊരു മുറി പോയി അവനെയൊക്കെ നോക്കും. പിന്നെ അമ്മയ്ക്ക് ഒരുപാട് മെന്റൽ സപ്പോർട്ടും ഫിസിക്കലായിട്ട് സപ്പോർട്ടൊക്കെ ഒരുപാട് ചെയ്യാറുണ്ട്. താങ്ക് യു. ഓക്കെ, അമ്മയ്ക്ക് എന്താണ് പറയാനുള്ളത് മോഡൽ സപ്പോർട്ടിനെ പറ്റിയിട്ട്? ഗുഡ് ഈവനിങ് ടു ഓൾ. എൻ്റെ പേര് സൗമ്യ. ഞാൻ MA സോഷ്യോളജി ആണ് ചെയ്യുന്നത്. ആദ്യമേ തന്നെ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം തന്നതിന് ലേൺ വൈസിന് എൻ്റെ നന്ദി അറിയിക്കുന്നു. പിന്നെ നമ്മളിത് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് കുട്ടിയെ എൻ്റെ മോളാണ് നോക്കുന്നത്. അതുപോലെ തന്നെ ഞാനൊരു ടീച്ചറാണ്. 15 വർഷമായിട്ട് ഞാൻ ഈ ഫീൽഡിലാണ് ടീച്ചിങ് ഫീൽഡിലാണ്. അപ്പോൾ PG ആവശ്യമായിട്ട് വരുന്നൊരു സാഹചര്യം വന്നപ്പോഴാണ് ഈ ലേൺ വൈസിനെ പറ്റി കേൾക്കുന്നതും ഞാനിപ്പോൾ നിങ്ങളുടെ ഒരു സ്റ്റുഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നതും. ഇപ്പോൾ 8 ദിവസത്തെ ക്ലാസ് ഞാൻ അറ്റൻഡ് ചെയ്തിരുന്നു. അപ്പോൾ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു, എനിക്ക് ടച്ച് കിട്ടുമോ ഇല്ലയോ എന്ന്. പക്ഷേ ഈ അലുമിനി കണക്ട് അത് കേട്ടപ്പോൾ, പ്രീവിയസ് സ്റ്റുഡൻസിന്റെ എക്സ്പീരിയൻസ് കേട്ടപ്പോൾ അത് നമുക്ക് ടെൻഷൻ കുറച്ച് കുറഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ മെന്റർ മനീഷ മാം ഒരുപാട് ഹെൽപ്പ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇത് പ്രധാനമായിട്ട് ഫാമിലി സർക്കിൾ എന്നുള്ള പ്രോഗ്രാമാണ്. അതിനകത്ത് ഫസ്റ്റ് ഓഫ് ഓൾ ഫാമിലിയുടെ സപ്പോർട്ട് ഇല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എൻ്റെ ഫാമിലി വളരെയധികം സപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ പ്രായത്തിലും എന്ത് ചെയ്യാൻ പറ്റും എന്ന് ലേൺ വൈസിലൂടെ നമ്മൾ തെളിയിക്കുകയാണ്. ആൻഡ് താങ്ക് യു വൺസ് അഗൈൻ. താങ്ക് യു. ഓക്കെ, താങ്ക് യു സോ മച്ച് സൗമ്യ ആൻഡിയ. അടുത്തതായിട്ട് നമ്മൾ വിളിക്കുന്നത് അജിതയാണ്. അപർണയുടെ അമ്മയായിട്ടുള്ള അജിതയാണ്. MBA അപർണ ഡിഗ്രി കഴിഞ്ഞിട്ട് ബാങ്ക് കോച്ചിങ്ങിനായിരുന്നു പോയിരുന്നായിരുന്നു. PG വേണം എന്നുള്ളൊരു ഇതില് MBAക്ക് ചേർത്തതാണ്. അവള് BCom കോർപ്പറേഷൻ ആയിരുന്നു. അപ്പൊ അതിന്റെ ആ ബാങ്കിന്റെ എക്സാം എഴുതാൻ വേണ്ടിട്ട് കോച്ചിങ് ക്ലാസ്സിന് പോയിരുന്നു. ഓക്കെ, അമ്മ പറഞ്ഞിട്ടാണോ MBAക്ക് ജോയിൻ ചെയ്തത്? പിന്നെ അമ്മ പറഞ്ഞിട്ടാണ് ഞാൻ അവൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ഡിഗ്രി കഴിഞ്ഞപ്പോ അങ്ങനെ ഒരു പറ്റാത്ത സാഹചര്യമായിരുന്നു ഇവിടെ. കുറച്ച് സുഖമില്ലാതൊക്കെ. അപ്പൊ വീട്ടില് ആള് വേണം എന്നുള്ളൊരവസ്ഥയായിരുന്നു. അതുകൊണ്ട് ഒരു വർഷം അങ്ങനെ പോട്ടെ വിചാരിച്ചു, ചികിത്സയൊക്കെ ആയിട്ട്. പക്ഷെ അത് കഴിഞ്ഞിട്ട് പറഞ്ഞപ്പോ അവൾക്ക് അപ്പൊ പഠിക്കാൻ ഒരു ഇതില്ലായിരുന്നു. ഇതില് അങ്ങനെ ബാങ്ക് ടെസ്റ്റിന് വേണ്ടിയിട്ട് ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഇടയിൽ കൂടെ ചെയ്യാൻ റെഗുലറായിട്ട് പോകാൻ പറ്റില്ലല്ലോ MBAക്ക്. ഈ പഠിക്കണോണ്ട്, എക്സാം എഴുതണോണ്ട് അങ്ങനെ ലേൺ വൈസിൽ ജോയിൻ ചെയ്തതാണ്. ആണല്ലേ? എനിക്ക് നിർബന്ധമായിരുന്നു പഠിപ്പിക്കാൻ. അങ്ങനെ MBA എടുക്കണം തന്നെയായിരുന്നു. പക്ഷെ അപ്പോഴത്തെ ആ സാഹചര്യത്തില് വീട്ടില് വേണം എന്നുള്ളൊരു അവസ്ഥയായിരുന്നു. അത് കാരണം അപ്പൊ എനിക്ക് ചേർത്താൻ പറ്റിയില്ല. കാനഡയൊക്കെ എഴുതിയിട്ട് കിട്ടിയതായിരുന്നു. അവർക്ക് എൻട്രൻസിന് എഴുതിയിട്ടൊക്കെ എക്സാം ഒക്കെ എഴുതി പാസ്സായതാണ്. പോവാൻ പറ്റിയില്ല, അതൊരു വിഷമം. അപ്പൊ ഞങ്ങള് നിർബന്ധത്തിനാണ് ഇപ്പൊ. ഞാൻ കുറെ 2-3 വർഷമായി ഞാൻ പറയണു ഇത് നിർത്തിയിട്ട് പോകുമോ, PG എടുത്തിട്ട് പിന്നെ വീട്ടിൽ വരാൻ. ഓക്കെ, അപ്പൊ അമ്മ നല്ല സപ്പോർട്ടീവ് ആണ് ഇല്ലേ? നമ്മൾ വേണ്ടാന്ന് പറഞ്ഞാലും അമ്മ നല്ല രീതിയിൽ കട്ടക്ക് വിടണ്ട് അല്ലേ? ഞങ്ങളെല്ലാവരും സപ്പോർട്ടാ. ഓക്കെ, താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്.
ഓക്കെ. അടുത്തത് നെക്സ്റ്റ് നമ്മൾ ഇൻവൈറ്റ് ചെയ്യാൻ പോകുന്നത് പ്രസാദ് സ്വാമിയാണ്. ഹസ്ബൻഡ് ഓഫ് ആതിര. MBAയിൽ ആതിരയുടെ ഹസ്ബൻഡായിട്ടുള്ളത് പ്രസാദ് സ്വാമി. എല്ലാവർക്കും പറഞ്ഞോളൂ. നമസ്കാരം. ഉം. കേൾക്കുന്നുണ്ട് എല്ലാവരും? കേൾക്കുന്നുണ്ട്, ക്ലിയർ ആയിട്ട് ഓക്കെ കേൾക്കുന്നുണ്ട്. ഓക്കെ. ഞാൻ ആതിരയുടെ ഹസ്ബൻഡ്, ഇത് 2 മക്കള്, ഇത് ആതിര. ഓക്കെ, എന്തായാലും കറക്റ്റ് ആയി. നമ്മളെല്ലാവരുടെയും ഫുള്ള് സപ്പോർട്ട് ഇവൾക്ക് കൊടുക്കുന്നുണ്ടാവും. കാരണം ഇത്രയും കാലമായിട്ട് കുറെ ദിവസമായി വിചാരിക്കണം ഇങ്ങനെ ചെയ്യണം. അപ്പൊ കുട്ടികൾ ചെറുതായിരുന്നു. ഇപ്പോ വലുതായ സമയത്ത് അവളും പറഞ്ഞു എനിക്ക് മുമ്പോട്ടൊന്ന് പഠിക്കാൻ വേണ്ടി പോകണം. അപ്പൊ ഞാൻ പറഞ്ഞു അതിനൊന്നും ഒരു കുഴപ്പമില്ല, എന്താണ് നിനക്ക് ഇഷ്ടം എന്ന് വെച്ചാൽ അതുപോലെ ചെയ്യാം. അപ്പൊ MBAക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഇവർക്ക് ഉണ്ടാവും. ഞാൻ എപ്പോഴും പറയും, ഒന്നുകൊണ്ടും ടെൻഷനൊന്നും അടിക്കണ്ട, നിനക്ക് ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ നിനക്ക് പഠിക്കാം. അപ്പൊ MBA സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ വിധത്തിലുള്ള എല്ലാ സപ്പോർട്ടും കാര്യങ്ങളും ആതിരയ്ക്ക് ഉണ്ടായിരിക്കുന്നതായിരിക്കും. പിന്നെ അതുകൂടാണ്ട് ഇത് ജോയിൻ ചെയ്തതിനു ശേഷം ഇവള് എന്താ പറയാ, നല്ലൊരു കോൺഫിഡൻസ് ഇവൾക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് പഠിക്കാനുള്ള ആഗ്രഹം. മുമ്പ് കുറെ ഒരു 5-6 കൊല്ലം പഠിക്കാൻ വേണ്ടി പറ്റിയില്ല. BBA ഗ്രാജുവേഷൻ കഴിഞ്ഞു. അപ്പോ ഇപ്പൊ MBAക്ക് ജോയിൻ ചെയ്തുകൊണ്ട് അവൾക്കൊരു നല്ലൊരു കോൺഫിഡൻസും പിന്നെ അടിപൊളിയായിട്ടുള്ളൊരു ലൈഫ് മുമ്പോട്ട് പോകാനുള്ളൊരു ഫ്യൂച്ചർ സപ്പോർട്ടും അവൾക്ക് കിട്ടുന്നുണ്ട്. എനിക്കൊരു ഇതുണ്ട്. പിന്നെ ഞാൻ എന്താ വിചാരിക്കുന്നത് വെച്ച് കഴിഞ്ഞാല്, ഇപ്പോ എല്ലാവരുടെ വീട്ടിൽ അവരവര് ഓരോ കാര്യങ്ങൾ, ഇത് എഡ്യൂക്കേഷൻ അല്ലേ, അപ്പൊ ഇവര് ഓട്ടോമാറ്റിക്കലി പഠിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ആയിട്ട് നല്ലൊരു കോൺഫിഡൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉണ്ടാവും. അപ്പൊ നമുക്കും അതൊരു സപ്പോർട്ടാണ്. പിന്നെ അത് മാത്രമല്ല, ഓരോരോ പരീക്ഷകളൊക്കെ എഴുതാൻ, ഒരു കല്യാണമൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ പരീക്ഷകളൊന്നും എഴുതിയിട്ടില്ല. പക്ഷെ സിൻസിയർ ആയിട്ട് ഇവള് കമ്പ്യൂട്ടറിൽ ഇരുന്ന് ഇതൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്കും അതിലൊരു എന്താ പറയാ, ഒരു പ്രൗഡ് ഫീൽ ആവുന്നുണ്ട്. അപ്പൊ നമ്മുടെ കുട്ടികളും എല്ലാവരും സപ്പോർട്ട് തന്നെയാണ്. അച്ഛനും അമ്മയും എല്ലാവരും വളരെ സന്തോഷമാണ്. വീണ്ടും ഒരു ന്യൂ അച്ചീവ്മെന്റിലേക്ക് പോകാൻ വേണ്ടി പോവാണ്. ഇവള് ചെയ്യുന്ന എനിക്കുള്ള ഉറപ്പുണ്ട്. എല്ലാവർക്കും വിഷ് യു ഓൾ ദി ബെസ്റ്റ്. നമ്മൾ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഇത് കിട്ടും. ഞാൻ ഒരേ ഒരു കാര്യം ഇവരോട് പറയാറുള്ളൂ, എന്താ പറയാ, നീ എടുത്ത ഡിസിഷൻ വളരെ നല്ല ഡിസിഷൻ ആണ്. എപ്പോഴും നിന്റെ കൂടെ സപ്പോർട്ടായിട്ട് ഉണ്ടാവും. താങ്ക് യു. ഓക്കെ, താങ്ക് യു. ഇതിൽ നല്ലത് എന്താ ആതിര വേണ്ടേ? എല്ലാവരും ഉണ്ടല്ലോ ഫാമിലി. എനിക്ക് തോന്നുന്നു ഇച്ചിരൂടെ സ്പേസ് ഉണ്ടായിരുന്നെങ്കിൽ എല്ലാരും നമുക്ക് ഉൾക്കൊള്ളിക്കായിരുന്നില്ലേ? അതെ. കുട്ടികളും ഉണ്ടായിരുന്നു. അവരും സന്തോഷം അമ്മ പഠിക്കാൻ വേണ്ടി തുടങ്ങി എന്ന് പറഞ്ഞപ്പോ. അവരും ഭയങ്കര സപ്പോർട്ടാണ്. പഠിക്കുന്ന സമയത്ത് ഓക്കെ. അതിന് ശല്യമൊന്നും ചെയ്യില്ല. അപ്പൊ എനിക്ക് നല്ല കോൺഫിഡന്റ് ആയിട്ട് പഠിക്കാനൊക്കെ പറ്റുന്നുണ്ട്. 10 വർഷത്തെ ഗ്യാപ്പിന് ശേഷം പഠിക്കുന്ന കൊണ്ട് ആദ്യം ഒരു ടെൻഷൻ ആയിരുന്നു. ഇപ്പോ ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്തപ്പോ ഒരു കോൺഫിഡൻസ് കിട്ടി. ഓക്കെ ആതിര, ഈ ഒരു തുടക്കം മുമ്പോട്ട് ഇത് മാത്രമല്ല, ഇനി അപ്പുറം നമുക്ക് പല കാര്യങ്ങളും ചെയ്യാനുണ്ടല്ലേ? ആ, അതൊക്കെ അതെ, ഇതിന് നിങ്ങൾ സപ്പോർട്ട് എല്ലാവരുടെയും കൊടുക്കണം. സപ്പോർട്ട് ഉണ്ടെങ്കിൽ നല്ല വിധത്തിൽ മുമ്പോട്ട് പോവാം. ഓക്കെ, താങ്ക് യു സോ താങ്ക് മച്ച്. യു വെരി മച്ച്. സാറിന്റെ വാക്ക് ഞങ്ങൾക്കും ഒരു കോൺഫിഡൻസ് ആയിരുന്നു, ഞങ്ങൾക്ക് ഓരോരുത്തർക്കും. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക്സ് ടു ലേൺ വൈസ്. താങ്ക്സ് ടു ലേൺ വൈസ്. താങ്ക് യു ഓൾ സോ ദി മച്ച്. ബെസ്റ്റ്. അടുത്തത് ആരാണെന്നുള്ളത്, അടുത്തത് ഗിരിജാദേവിയാണ്, വൈഫ് ഓഫ് മഹേന്ദ്രൻ സാർ. ഞങ്ങള് രണ്ടുപേരും റിട്ടയർ ചെയ്ത ആൾക്കാരാണ്. അപ്പോൾ പഠിക്കുക എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി, അതായത് ചരിത്രത്തില് ഇൻട്രസ്റ്റ് ഉണ്ടായിട്ട് ചേർന്നതാണ്. യാത്രകളാണ് അങ്ങനെ ഒരു ഇൻട്രസ്റ്റിലേക്ക് എത്തിച്ചത്. സ്വന്തമായ പാഷൻ പ്രകാരം തന്നെ ജോയിൻ ചെയ്തതാണ്. അതിന് ഞങ്ങള് രണ്ടുപേരേ ഉള്ളൂ. ഇവിടെ കുട്ടികളൊക്കെ ജോലിയായിട്ട് പുറത്താണ്. അപ്പം ഞങ്ങൾക്ക് പരസ്പരം സപ്പോർട്ട് ചെയ്ത് അങ്ങനെ കൊണ്ടുപോകാൻ കഴിയുന്നതാണ്. പാഷൻ അനുസരിച്ച് ഉള്ളതാണ്. അതുകൊണ്ട് സ്വന്തമായിട്ട് തന്നെ അതില് മുന്നോട്ട് പോകാനും കഴിയും എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. വീഡിയോ അവിടുന്ന് എനേബിൾ ചെയ്യാൻ പറ്റുമോ? ഇത് ഇവിടുന്ന് നോക്കിയിട്ട് പറ്റണില്ല. ഓക്കെ, കുഴപ്പമില്ല, നമുക്ക് ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ട്. മാഡം പറയുന്നത് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ മാഡം നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? സപ്പോർട്ട് ചെയ്യും. ഓക്കെ, ഞങ്ങൾ സെഷനിലൊക്കെ ജോയിൻ ചെയ്യാറുണ്ടോ സാറിന്റെ കൂടെ? പിന്നെ പറയാ, ഇത് ഇനിയിപ്പോ പരീക്ഷകളെയും പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒരു ടെൻഷനായിട്ട് വരുന്നില്ലല്ലോ. നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പഠിക്കുക, അല്ലെങ്കിൽ ഒരു അങ്ങനെ ഇൻട്രസ്റ്റോട് കൂടി പഠിക്കുന്നത് കൊണ്ട് അത് അവനവൻ തന്നെ സമയം കണ്ടെത്തും. പിന്നെ നമ്മള് അത് സപ്പോർട്ട് ചെയ്യുക, അതിനൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാവാതിരിക്കുക എന്ന് മാത്രമേ നമ്മളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ട ആവശ്യമുള്ളൂ എന്നാണ് ഞാൻ കരുതുന്നത്. കുട്ടികളല്ലല്ലോ, അതെ, പ്രീ ലൈഫാണ്. അപ്പോ
അതിന് ഇൻട്രസ്റ്റോടുകൂടി പഠിക്കട്ടെ. നല്ല കാര്യം. അതെ അല്ലേ, അതിന്റെ ഒരു പ്രായപരിധിയോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒന്നുമില്ല. പ്രത്യേകിച്ച് പാഷനോട് ചെയ്യുകയാണെങ്കിൽ വളരെ തൃപ്തിയായിരിക്കും അല്ലേ, നമ്മൾ അങ്ങേയറ്റം ആഗ്രഹിച്ചൊരു കാര്യം ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ വേറെ ഒന്നുമില്ല. അതിപ്പോ ഫ്രീ ആയതുകൊണ്ട് ഇപ്പം നമുക്ക് ജോലി കിട്ടേണ്ട ആവശ്യം അങ്ങനെയുള്ള വളരെ വളരെ അംബിഷൻസ് അങ്ങനെയല്ലല്ലോ. നമ്മൾ പഠിക്കാൻ വേണ്ടി മനസ്സിലാക്കാൻ വേണ്ടി പഠിക്കുന്നു. അതാണല്ലോ. ഓക്കെ. ഇപ്പൊ ഇത് വ്യത്യസ്തമാണ് ഞങ്ങളുടെ രീതി. കുട്ടികളാകുമ്പോ അല്ലെങ്കിൽ ജോലി ചെയ്യുന്നവരാകുമ്പോ അവർക്ക് അംബിഷനോടുകൂടി മറ്റു കാര്യങ്ങളിലേക്ക് എത്തിപ്പെടാനും കൂടുതൽ നിലയിലേക്ക് എത്താനും എന്നുള്ള ആ ഒരു ടെൻഷൻ ഉണ്ടാവും. ഇത് അങ്ങനെയുള്ള ടെൻഷനൊന്നുമില്ല. പഠിക്കാനും മനസ്സിലാക്കാനും അത് ഇൻട്രസ്റ്റോടുകൂടി തുടങ്ങി, അത്രേ ഉള്ളൂ. ഓക്കെ. അതുകൊണ്ട് അത് മുമ്പോട്ട് പോകും, നല്ല രീതിയിൽ നടക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് നമ്മളെ ഇൻവൈറ്റ് ചെയ്യുന്നത് വികാസ് ആണ്. ആരതിയുടെ ഹസ്ബൻഡ് ആയിട്ടുള്ള MSc മാത്സില് ആരതിയുടെ ഹസ്ബൻഡ് ആയിട്ടുള്ള വികാസ് സാറാണ്. ഞാൻ ആരതിയുടെ ഹസ്ബൻഡ് വികാസ് ആണ്. ഉം. ആരതി തന്നെയാണ് ഇത് കോഴ്സ് കണ്ടുപിടിച്ചതും സ്റ്റാർട്ട് ചെയ്തതും എല്ലാം. ആരതി നന്നായി പഠിക്കുന്നുണ്ട്, എല്ലാം കൊണ്ടും ഓക്കെയാണ്. ആരതി കറക്റ്റ് ആയിട്ട് ആരതി തന്നെ ടൈമിംഗ് എല്ലാം നോക്കിയിട്ട് പഠിക്കുന്നുണ്ട്. നമ്മളെല്ലാവരും സപ്പോർട്ടും ഉണ്ട്. ഓക്കെ. താങ്ക് യു. ചോദിക്കാറുണ്ടോ, സെഷനിലൊക്കെ കയറുന്നുണ്ടോ, എങ്ങനെ പോകുന്ന കാര്യങ്ങളെന്നൊക്കെ? ഇല്ല, ചോദിക്കാറില്ല. ആരതി തന്നെ ചെയ്യുമെന്ന് എനിക്കറിയാം. എനിക്ക് വിശ്വാസമുള്ളത് കൊണ്ട് ഞാൻ ചോദിക്കാറൊന്നുമില്ല. ഓക്കെ. ആരതി തന്നെ പഠിക്കുന്നുണ്ട് എന്ന് പറയും, ഉം. ഇന്ന് ക്ലാസ് ഉണ്ടായിരുന്നു എന്ന് പറയും. ഉം ഹും. അപ്പൊ അതെല്ലാം നമ്മൾ വലിയ ഇതില്ല. ഓക്കെ. അപ്പൊ ഓക്കെ, എന്തെങ്കിലും സപ്പോർട്ടോ കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ ചെയ്തു കൊടുക്കാറുണ്ടോ? എല്ലാം ചെയ്ത് കൊടുക്കാറുണ്ട്. ഉണ്ടല്ലേ. എന്തുണ്ടെങ്കിലും ചോദിക്കാം. ഓക്കെ, ശരി സാർ, താങ്ക് ഓക്കെ, താങ്ക് യു. യു. നെക്സ്റ്റ് നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്നത് നൗഫൽ PB ആണ്. ഹസ്നയുടെ ഹസ്ബൻഡ് ആയിട്ടുള്ള നൗഫൽ PB BA എക്കണോമിക്സിൽ. ഇവിടെ നിന്നല്ല എല്ലാം കണ്ടുപിടിച്ചതൊക്കെ യൂസ് ചെയ്യാനൊക്കെ ഇത് സംഭവങ്ങളൊക്കെ. പിന്നെ പഠിക്കണം എന്ന് ആഗ്രഹം പറഞ്ഞായിരുന്നു. കുറെ നാളായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു. ഇത് കുറച്ചാള് മുമ്പേ ചെയ്യേണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു എനിക്ക്. കാരണം ആ ടച്ച് വിട്ട് പോണൊക്കെ മുമ്പ് ചെയ്യണല്ലേ നല്ലത് പഠിക്കണത്. ഇപ്പൊ വലിയ കുഴപ്പമില്ല. പഠിക്കുന്നൊക്കെ ഉണ്ടല്ലേ, വലിയ എത്രത്തോളം കുഴപ്പമില്ല. പഠിക്കാൻ പറ്റുമോ അത്രത്തോളം നമ്മള് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ഉം. പഠിക്കാനുള്ള കാര്യത്തില്. പിന്നെ ഹസ്ന ഇച്ചിരി ചേർന്നിരിക്കൂ. അദ്ദേഹം ചേർന്ന് വരുന്നുണ്ട്, പക്ഷെ പറ്റുന്നില്ല. ഹസ്ന അങ്ങ് മാറി മാറി പോവാ. ഇച്ചിരി കോൺഫിഡൻസ് കൊടുക്ക്. അതിന്റെ പറഞ്ഞോളൂ. വേറൊന്നുമില്ല. എന്തെല്ലോ പറയാനുണ്ടായിരുന്നില്ലേ, ടെൻഷൻ കയറിയപ്പോ പോയതായിരിക്കും. സാരമില്ല. എന്തോ പറയാൻ പറഞ്ഞിരുന്നു. ഇരിക്കുവായിരുന്നു, പക്ഷെ ഇപ്പൊ ടെൻഷൻ കയറിയപ്പോ എല്ലാം കയ്യിൽ നിന്ന് പോയി. ഓക്കെ. ഹസ്ന എന്തെങ്കിലും പറഞ്ഞു പഠിപ്പിച്ചു കാണും, അതാ. തനിയെ പറയാൻ വിട്ടിരുന്നെങ്കിൽ പുള്ളി പറഞ്ഞേനെ. ഹസ്ന എന്തോ പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട്, നല്ല രീതിയിൽ ഞാൻ പഠിക്കുന്നുണ്ട് എന്നൊക്കെ പറയണമെന്ന് പറഞ്ഞു കാണും. അല്ല, ഫസ്റ്റ് തന്നെ വിളിക്കുകയാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ആഹാ, ടെൻഷൻ കയറി. കുറച്ചുനേരം നമുക്ക് വെയിറ്റ് ചെയ്ത് തന്നു. ഓക്കെ, വളരെയധികം സന്തോഷം കേട്ടോ. ഓക്കെ. സപ്പോർട്ടാണോ ഹസ്ന? ഹസ്ന പഠിക്കാത്ത കുഴപ്പമില്ലേ? സപ്പോർട്ടാ. എത്രത്തോളം പഠിക്കാൻ പറ്റും അത്രത്തോളം നമ്മൾ സപ്പോർട്ട് ചെയ്യും നമ്മള്. പിന്നെ നമ്മുടെ ചോദിക്കുന്നത് നമുക്ക് കാര്യമില്ല. അത് എന്ത് പഠിക്കാൻ പറ്റുമോ അത് പഠിക്കുക. ഇതിൽ പരം എന്താ ഹസ്ന വേണ്ടേ? എപ്പോ വേണേലും പഠിച്ചോളാം. ഇതിലൂടെ മുമ്പ് തുടങ്ങാനാണ് അദ്ദേഹം പറഞ്ഞത്. മുമ്പ് തുടങ്ങാന്നുള്ള ഇതുണ്ടായിരുന്നു. കുറെ നാളെ പറയണു നമ്മുടേത്. ഇപ്പൊ കുറച്ച് ഡിലേ വരുത്തിയത് ഞാൻ തന്നെയാണ്. അപ്പൊ എപ്പോഴും പറയോ പഠിക്കണം എന്നുള്ളത്. അപ്പൊ ഇനിയെങ്കിലും പഠിച്ചില്ലെങ്കിൽ നമ്മുടെ എന്താണ് ആ ടച്ച് വിട്ടു കഴിഞ്ഞാൽ പിന്നെ പഠിക്കൽ നടക്കൂല. അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ടും മുമ്പോട്ട് താങ്ക് യു സോ മച്ച്. അടുത്തത്, അപ്പൊ ഇത്രയും നേരം നമ്മൾ അമ്മയെ സപ്പോർട്ട് ചെയ്യുന്ന മകൾ, അല്ലെങ്കിൽ വൈഫിനെ സപ്പോർട്ട് ചെയ്യുന്ന ഹസ്ബൻഡ്, അല്ലെങ്കിൽ ഹസ്ബൻഡിനെ സപ്പോർട്ട് ചെയ്യുന്ന വൈഫ്. അപ്പൊ ഇവർക്കൊക്കെ പറയാനുള്ളത് നമ്മൾ കേട്ടു. കറക്റ്റ് ഒരു ഫ്ലോയിൽ നമ്മൾ ഇങ്ങനെ കേട്ട് വരികയായിരുന്നല്ലേ. അപ്പൊ അടുത്തത് നമുക്കൊരു പാട്ടായാലും ജസ്റ്റ് ഒരു എന്റർടൈൻമെന്റ്, ഒരു സെഷൻ ആകുമ്പോൾ കുറച്ച് നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് ഡൈവേർട്ട് ചെയ്യുന്നത് നല്ലതാണ്. അപ്പൊ നമ്മുടെ തന്നെ BA ഇംഗ്ലീഷിലെ സ്റ്റുഡൻ്റ് ആയിട്ടുള്ള ബിജു സാറ് നമുക്കൊരു പാട്ട് പാടിത്തരുന്നതാണ്. ബ്രഹ്മകമലം ശ്രീലകമാകിയ നാദ ബ്രഹ്മസുധാമയി. ബ്രഹ്മകമലം
ശ്രീലകമാകിയ നാദബ്രഹ്മസുധാമയീ വീണാധരീ ശാദോധരീ പാഹി മാം പരിപാഹി മാം. ബ്രഹ്മകമലം ശ്രീലകമാകിയ നാദബ്രഹ്മസുധാമയീ ദേവീ മാഹാത്മ്യലഹരീലൻ മനം സർഗസാഗരമാകേണം. ദേവീ മാഹാത്മ്യലഹരീലൻ മനം സർഗസാഗരമാകേണം. നൈവേദ്യമന്ത്രാങ്കുരങ്ങളിൽ അമ്മേ അന്നപൂർണാമൃതമരുളേണം. ആത്മപൂജാമുദ്രകളിൽ ദേവീ ഭാവതരംഗമുയർത്തേണം. ബ്രഹ്മകമലം ശ്രീലകമാകിയ നാദബ്രഹ്മസുധാമയീ ജന്മജന്മാന്തര പാപശിലകൾ പുണ്യസോപാനമായി മാറേണം. ജന്മജന്മാന്തര പാപശിലകൾ പുണ്യസോപാനമായി മാറേണം. പുണ്യജലബിന്ദുവിൽ ദേവി കാരുണ്യവാരിധി ഉണരേണം. നിത്യവുമെൻ ചേതനയിൽ കരുണാമലയമാരുതനൊഴുകേണം. ബ്രഹ്മകമലം ശ്രീലകമാകിയ നാദബ്രഹ്മസുധാമയീ വീണാധരീ ശാദോധരീ പാഹി മാം പരിപാഹി മാം. താങ്ക് യു. ഇതാണോ സാർ തൊണ്ടയടവാന്ന് പറഞ്ഞത്? താങ്കളൊക്കെ ഇങ്ങനെയൊക്കെ പാടുമ്പോൾ ഞങ്ങൾക്കൊക്കെ കേൾക്കാൻ തന്നെ കിട്ടുന്നത് ഭാഗ്യമാണ്. എന്ത് ഭംഗിയായിട്ടാ പാടുന്നത്. ഞങ്ങൾക്കൊരു കുഴപ്പവും തോന്നിയില്ല കേട്ടോ. കാരണം നോക്ക് നമ്മുടെ റിയാക്ഷൻസ് നോക്ക് സ്റ്റുഡൻസിന്റെ ഒക്കെ. ഞങ്ങൾക്ക് ആർക്കും അങ്ങനെ തോന്നിയില്ല. വളരെ നല്ല രീതിയിൽ സാർ പെർഫോം ചെയ്തു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. അടുത്തതായിട്ട് നമ്മുടെ സെഷനിലേക്ക് ജോയിൻ ചെയ്യുന്നത് അബ്ദുൾ ഗഫൂർ ആണ്. ജസ്നയുടെ ഹസ്ബൻഡ് ആയിട്ടുള്ള BA ഇംഗ്ലീഷിൽ ജസ്നയുടെ ഹസ്ബൻഡ് ആയിട്ടുള്ള അബ്ദുൾ ഗഫൂർ ആണ്. ഓക്കെ, പറഞ്ഞോളൂ സാർ. ഞാൻ ജസ്നയുടെ ഹസ്ബൻഡാണ്. BA ഇംഗ്ലീഷ് ഫസ്റ്റ് ഇയർ ഇപ്പോൾ ജോയിൻ ചെയ്തത്. അപ്പം ഏറെ നാളായി ഞങ്ങള് ജസ്ന ആക്ച്വലി ഇവിടെ ആയിരുന്നില്ല, സൗദിയിലായിരുന്നു. അപ്പം +2 ഒരു 2011 +2 കംപ്ലീറ്റ് ചെയ്തത്. അപ്പൊ 2012 ഞങ്ങളെ മാരേജും കഴിഞ്ഞു. അപ്പൊ അതിനുശേഷം പിന്നെ അവൾക്ക് പിന്നെ നാട്ടിൽ സെറ്റിലായി. പക്ഷെ ബാക്കി അവിടെ നമ്മുടെ ഇവളുടെ ഫാദറും മദറെല്ലാം അവിടെ തന്നെ ആയിരുന്നു. പിന്നെ അങ്ങനെ അവര് ഈ അടുത്ത റീസെന്റ് ആയിട്ട് ഒരു 2 വർഷമായിട്ടുള്ള നാട്ടിൽ സെറ്റിലായിട്ട്. അപ്പം ഇവര് കല്യാണം കഴിയുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, അവള് നന്നായി പഠിക്കുന്ന കൂട്ടത്തിലായിരുന്നു. അവിടെ +2 കൊമേഴ്സ് ആയിരുന്നു. കൊമേഴ്സിൽ അവിടുത്തെ സ്കൂളിലെ ടോപ്പറായിരുന്നു. അപ്പം അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പഠിപ്പിക്കണം, അത് കഴിഞ്ഞാലും പഠിപ്പിക്കണം. അപ്പൊ ഞാൻ ശരി എന്നൊക്കെ പറഞ്ഞ് അതിനെ കഴിഞ്ഞ് അത് കഴിച്ച് മാരേജ് കഴിഞ്ഞ് ഇവിടെ നാട്ടിൽ സെറ്റിലായിട്ടും പിന്നെ എനിക്ക് അപ്പോൾ വീട്ടിൽ കുറച്ച് ഞങ്ങൾ വേറൊരു സ്ഥലം, ഇപ്പൊ പാലക്കാടാണ് താമസം, നേരത്തെ കുറച്ച് റിമോട്ട് ഏരിയയിലായിരുന്നു. അപ്പൊ അതിന്റെ പ്രശ്നങ്ങളൊക്കെ ട്രാവലിങ്ങിന്റെയും പിന്നെ ഇവിടെ ഫസ്റ്റ് ടൈമാണ് നാട്ടിൽ. അപ്പൊ എന്താണ് ഇവിടുത്തെ കൾച്ചർ എന്താണെന്ന് അറിയില്ലായിരുന്നു. അപ്പൊ ആ ഒരു സമയത്ത് ഞങ്ങൾക്ക് ഇവിടെ കൂടുതൽ ഫെമിലിയർ ആവട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ അങ്ങനെ വിട്ടു. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ കുട്ടികളായി 2 പേരായി. പിന്നെ അവരുടെ കാര്യങ്ങൾ പിന്നെ ഇവിടെ ഒറ്റയ്ക്ക് തന്നെ ആയിരുന്നു. അവര് നമ്മുടെ ഫാദറിനും മദറിനും എല്ലാം അവിടെ തന്നെ ആയിരുന്നു. അങ്ങനെ അതിന്റെ ഇടയിലെല്ലാം ഓവർകം ചെയ്ത് ഇപ്പം ഇവിടം വരെ എത്തി. ഇപ്പൊ ഞാൻ അന്ന് 20 ഇയേഴ്സാണ് ഞങ്ങളുടെ മാരേജ്. ഇവളുടെ 20 ഇയേഴ്സായിരുന്നു മാരേജ്. അപ്പൊ അന്ന് ഞങ്ങളുടെ അടുത്തൊരു കാര്യം പറഞ്ഞിട്ട് എന്തായാലും ഞാൻ പഠിപ്പിക്കും, അതിനിപ്പോ ഒരു 35 ഇയേഴ്സിന്റെ ആയാലും ശരി ഞാൻ എന്തായാലും പഠിപ്പിക്കുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവള് പറഞ്ഞു അതൊക്കെ ചുമ്മാ ഇപ്പൊ എല്ലാവരും പറയുന്നതല്ലേ, അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു.
പക്ഷേ ഇപ്പം ഞാനിപ്പോ 34 ഇയേഴ്സ് ആയി. ഇപ്പോഴാണ് ഇപ്പൊ ജോയിൻ ചെയ്യുന്നത്. പക്ഷെ അവൾക്ക് അറിയില്ലായിരുന്നു ആക്ച്വലി ഇങ്ങനെ. ഞാൻ ഇഗ്നോറിൽ ജസ്റ്റ് ഇങ്ങനെ അന്വേഷിച്ചപ്പോൾ സ്റ്റഡി സെന്റർ നോക്കിയപ്പോൾ ലേൺ വൈസ് കണ്ടു. പക്ഷെ അന്നൊന്നും എനിക്ക് ലേൺ വൈസ് എന്താണെന്നോ ഏതാണെന്നോ ഒന്നും അറിയില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ ഈ നിങ്ങളുടെ ഓറിയന്റേഷൻ സെഷനൊക്കെ ഞാൻ കാണാറുണ്ട്. അപ്പൊ അതിൽ ഭയങ്കര ഹാപ്പിയാണ്. കാരണം അതിൽ ഓരോരോ നമുക്ക് സ്പീച്ച് കേൾക്കുമ്പോൾ തന്നെ അറിയാം എത്രമാത്രം നിങ്ങളിപ്പോൾ മെന്റർ ആയാലും മെന്റേഴ്സ് ആയാലും എത്രമാത്രം എക്സ്പീരിയൻസ്ഡ് ആണ് നിങ്ങൾ. പിന്നെ ഇതുകൊണ്ട് എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് ഞങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലായി. അപ്പൊ ഞാൻ അവളടുത്ത് പറയുകയും ചെയ്തു എന്തായാലും വെയിറ്റ് ചെയ്തിട്ടാണെങ്കിലും നല്ലൊരു സ്റ്റഡി സെന്റർ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ലേൺ വൈസ് നല്ലൊരു ആപ്പ് തന്നെയാണ്. അപ്പൊ എന്തായാലും നന്നായിട്ട് പഠിക്കുക. ഇനിയിപ്പോൾ അവൾ പഠിക്കുന്നുള്ള ആ ഒരു വിശ്വാസം ഉണ്ട് എനിക്ക്. അപ്പോൾ ഞാൻ എല്ലാവരും സപ്പോർട്ടും കൊടുക്കാറുണ്ട്. ബാക്കി ഇപ്പം എല്ലാവരോടും പറയാനുള്ളത് അപ്പൊ ഇത് തന്നെയാണ്. ഇപ്പൊ ഞാനിപ്പോ ഈ സെക്ഷനിൽ കണ്ടു ഓൾറെഡി 50 ഇയേഴ്സ് 55 ഇയേഴ്സ് 40 ഇയേഴ്സ് അങ്ങനെ കുറെ പേര് കണ്ടു. അപ്പോൾ ഏജ് ഒരു പ്രശ്നമല്ല, എപ്പോ വേണമെങ്കിലും നമുക്ക് പഠിക്കാം. ഇവള് പറഞ്ഞു കാരണം ഇനി ഇത്രയും ഗ്യാപ്പായിട്ട് എന്നെ കൊണ്ട് പഠിക്കാനാവോ എന്താന്നുള്ളതൊക്കെ ചോദിച്ചപ്പോ ഞാൻ ഇല്ല അതെല്ലാം നിന്നെ കൊണ്ട് കഴിയും, ഒരു പ്രശ്നമില്ല അത് പറഞ്ഞ് ഇപ്പൊ ജോയിൻ ചെയ്തു, കുഴപ്പമില്ല. അപ്പോ കൂടുതലായിട്ടൊന്നും പറയാനില്ല. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ ജസ്ന, അദ്ദേഹം 1 വർഷം മുമ്പേ ചേർത്തു. ജസ്ന പറഞ്ഞ 35 ഇയേഴ്സ് എന്നാണ് ഇല്ലേ? പക്ഷെ 34 അതെ അതെ ആയപ്പോഴത്തേക്കിന് അദ്ദേഹം കാര്യം സാധിച്ചല്ലോ. അതെ. ആ ഓക്കെ. അത് എനിക്ക് അഡ്മിഷൻ എടുത്തതിന് ശേഷം എനിക്കറിയാം. ആക്ച്വലി ഇതില് അറിയില്ലായിരുന്നു ഇതുപോലെ എന്നെ ചേർത്തുന്നുണ്ടെന്ന് പോലും എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ ഡ്രോപ്പ് ചെയ്ത സംഭവമായിരുന്നു പഠിക്കാന്നുള്ളത്. പിന്നെ ഒരു ദിവസം പെട്ടെന്ന് വന്നിട്ടാ ഞാൻ ഇന്നപോലെ നിനക്ക് അഡ്മിഷൻ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു സർപ്രൈസ് ആയിട്ട് തരുമായിരുന്നു. ഓക്കെ. അപ്പൊ അല്ലാതെ അവരുടെ ഹസ്ബൻഡ് തന്നെ ചെയ്തു തരുമായിരുന്നു. പിന്നെ എനിക്ക് 2 കുട്ടികളുണ്ട്. ഏത് നേരവും കണ്ടു കഴിഞ്ഞാൽ അടിയാ. ഇവരെ മെയിൻറ്റെയിൻ ചെയ്യാൻ തന്നെ വേണം എനിക്കൊരു സമയം. അപ്പൊ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു എങ്ങനെ ഞാൻ ഇത് പഠിച്ചെടുക്കും എന്നുള്ളത്. ഭയങ്കര ടച്ച് വിട്ടു പോയതിന്റെ നല്ലോണം ഉണ്ടായിരുന്നു സ്റ്റാർട്ടിങ്ങില്. പിന്നെ ഈ ഓറിയന്റേഷൻ സെക്ഷനില് നേരത്തെ പഴയ സ്റ്റുഡൻസിന്റെ അത് കണ്ടപ്പോഴാണ് ചെറിയൊരു കോൺഫിഡൻസ് വന്നത്. ഓക്കെ എനിക്കും പറ്റും, അവർക്ക് ഇത്രയും ചെയ്ത് റിട്ടയർ ആയിട്ടുള്ള ആൾക്കാർ പോലും പഠിക്കുന്നുണ്ട് എന്ന് കണ്ടപ്പോഴാണ് ഓക്കെ എന്നെ കൊണ്ട് പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് അപ്പോഴാണ് വന്നത്. ഓൾറെഡി ഓ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, വീഡിയോസ് ഒക്കെ കാണുന്നുണ്ട്, അതുപോലെ വായിക്കുന്നുണ്ട്, ഇതൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാലും എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു എനിക്ക് എഴുതിയെടുക്കാൻ പറ്റുമോ എന്നൊക്കെ. പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോഴാ ഓക്കെ ഓറിയന്റേഷൻ സെക്ഷൻ ആയപ്പോഴാ ശരിക്കും കോൺഫിഡന്റ് ആയത്. നമ്മൾ അതുപോലെ പറയുന്നുണ്ടല്ലോ എനിക്ക് അല്ല. മെന്റർ നല്ല ഫ്രണ്ട്ലിയാ, ഓക്കെ സുലേഖ നല്ല ഫ്രണ്ട്ലിയാ. ഓക്കെ. BA ഇംഗ്ലീഷിലല്ലേ? അതെ. ഓക്കെ. എങ്ങനെയാണ് ഉമ്മച്ചിക്ക് സപ്പോർട്ടാണോ മക്കളോ? ആ സപ്പോർട്ടൊക്കെയാ. ഞാൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത അപ്പൊ വരും ഡൗട്ടും കൊണ്ട് എന്താ ഏതാ. അല്ല അമ്മ പഠിക്കുന്നുണ്ടോ നോക്കുമായിരിക്കും മക്കള്. ഓക്കെ, താങ്ക് യു സോ മച്ച്. അടുത്തതായിട്ട് നമ്മൾ ഇൻവൈറ്റ് ചെയ്യാൻ പോകുന്നത് ഹരിഹർ നന്ദൻ ആൻഡ് നിരഞ്ജന, വത്സല മേനൻ മാഡത്തിന്റെ ഹസ്ബൻഡും അതേപോലെ തന്നെ ഡോക്ടറുമാണ് സെഷനിലേക്കുള്ളത്. ഈവനിങ്, ഐ എം ഹരിഹർ നന്ദനൻ. പറഞ്ഞു. ഞാൻ ജേർണലിസ്റ്റ് ആയിരുന്നു. കുറെ കാലം ഇന്ത്യൻ എക്സ്പ്രസിലും ടൈംസ് ഓഫ് ഇന്ത്യയിലൊക്കെ ജോലി ചെയ്തൊക്കെ ഇപ്പൊ റിട്ടയർ ചെയ്തു കഴിഞ്ഞ 4-5 കൊല്ലമായിട്ട്. വത്സല നന്നായി എഴുതും. അപ്പോ വത്സല കോളേജിലൊക്കെ പഠിക്കുമ്പോ കോമേഴ്സ് ആണ് എടുത്തിരുന്നത്. അപ്പൊ അന്ന് മുതൽക്കേ അവർക്ക് ജേർണലിസം ചെയ്യണം അല്ലെങ്കിൽ ലിറ്ററേച്ചർ പഠിക്കണം എന്നൊക്കെയുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ അറിഞ്ഞത് അതിനകത്ത്. അപ്പൊ ഇപ്പോ ചേർന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഞാനും ഒരു MA ലിറ്ററേച്ചർ സ്റ്റുഡൻ്റ് ആയിരുന്നു. പഠിക്കുമ്പോൾ ജേർണലിസം സ്റ്റുഡൻറ്റും ആയിരുന്നു. പിന്നെ ഐ തിങ്ക് ഷീ റൈറ്റ്സ് വെൽ. അപ്പൊ ഇപ്പൊ എഴുതാറൊക്കെ ഉണ്ട് എപ്പോഴും അടുത്തൊക്കെ. അപ്പൊ അതുകൊണ്ടും നല്ലൊരു പ്ലാറ്റ്ഫോം ആണെന്ന് തോന്നി. ഞാൻ പഠിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ നന്നായിട്ട് ഒരു സ്ട്രക്ചേർഡ് വേയിൽ പഠിക്കാലോ എന്നുള്ളത് തോന്നിയപ്പോ ശരി അങ്ങനെ ആവട്ടെ എന്ന് വിചാരിച്ചു. കുറെ കാലമായിട്ട് പണ്ടേ ലിറ്ററേച്ചർ എടുക്കണം എന്നായിരുന്നു ആഗ്രഹം. പക്ഷെ ഫാമിലിയിൽ എല്ലാവരും ലിറ്ററേച്ചറൊക്കെ ആരെങ്കിലും എടുക്കുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്കത് എന്താ പിന്നെ അത് ഒരു അൺഫുൾഫിൽഡ് ഡ്രീമായിട്ട് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു ബുക്ക് എഴുതണം എന്നാണ്. അപ്പൊ പലയിടത്തും പല പബ്ലിക്കേഷനിലൊക്കെ ഞാൻ എഴുതും.
എഴുതാറുണ്ട്. പക്ഷെ എന്റെ നോവൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒക്കെ എനിക്ക് തോന്നും എന്റെ പ്രിൻസിപ്പൾ പറഞ്ഞിരുന്നു, വത്സല യു ഷുഡ് ടേക്ക് അപ്പ് ലിറ്ററേച്ചർ എന്ന് പറഞ്ഞിട്ട് ഞാനത് ചെയ്തില്ലല്ലോ എന്നൊരു റിഗ്രറ്റ് ഉണ്ടായിരുന്നു. ബട്ട് ദിസ് ഇയർ ഷീ പാസ്ഡ് അവേ. ഐ സ്റ്റഡീഡ് ഇൻ ചിന്മയ. അപ്പൊ അവര് വായിച്ചു കഴിഞ്ഞപ്പോ എനിക്ക് തോന്നി പാവം അവരുടെ ഒരു ഡ്രീമായിരുന്നു ഞാൻ ലിറ്ററേച്ചർ ചെയ്യണം എന്നുള്ളത് എന്റെ ഒരു ഡ്രീമാണ്. അപ്പൊ ഞാൻ അത് ചെയ്യാന്ന് വിചാരിച്ചപ്പോഴാണ് എങ്ങനെ ചെയ്യും, ഞാൻ കോമേഴ്സ് എടുത്തപ്പോ പിന്നെ ഇനി ഇത്രയും കൊല്ലമായിട്ട് ഞാൻ ലിറ്ററേച്ചർ ചെയ്തിട്ടില്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഞാൻ ഹസീന മാമിനെ കണ്ടത്. ഷി വാസ് സോ സപ്പോർട്ടീവ്. എല്ലാ അഡ്മിഷൻ പ്രൊസീജിയറിനും എന്നെ ഹെൽപ്പ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് എനിക്ക് മെന്ററായിട്ട് കിട്ടിയ സുലേഖ മാം, ഷി സോ സോ സ്വീറ്റ്. വളരെ സപ്പോർട്ടീവ് ആണ്, വളരെ ഹെൽപ്ഫുൾ ആണ്. ഞാൻ എന്ത് ഡൗട്ട്, എനിക്ക് ടെക്നിക്കൽ പ്രോബ്ലംസ് പലതും വന്നാൽ പോലും ഷീൽ ഹെൽപ്പ് മീ. അങ്ങനെയാണ്. സോ അതുകാലം തന്നെ കുറെ കാലം പഠിക്കാൻ നിന്നിട്ട് ഇതൊക്കെ എനിക്ക് എഴുതിയെടുക്കാൻ പറ്റുമോന്ന് തോന്നിയപ്പോ എനിക്ക് വളരെയധികം മോട്ടിവേഷൻ ആയിരുന്നു ഇത് ഓറിയന്റേഷൻ സെഷൻ ഓൾസോ. പിന്നെ എന്റെ മോള് വളരെ സപ്പോർട്ടീവ് ആണ്. അപ്പൊ അവള് പറഞ്ഞു ഷീസ് ഇൻ മുംബൈ, അപ്പൊ ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ മോളും പറഞ്ഞു അമ്മ ലിറ്ററേച്ചർ ചെയ്യുമ്പോ എന്റെ റീഡിങ്ങും വൈഡൻ ചെയ്യും, അപ്പോ കുറച്ചും കൂടി പെർസ്പെക്റ്റീവ് കിട്ടും എന്ന് പറഞ്ഞു. അപ്പൊ എനിക്കിപ്പോ എന്റെ ഹസ്ബൻഡ് ലിറ്ററേച്ചറും ജേർണലിസ്റ്റും ഒക്കെ ആയ കാരണം എനിക്ക് അവരും ഞാൻ ലിറ്ററേച്ചർ ഇങ്ങനെ ഓരോ വീഡിയോസും ലെസൺസ് ഒക്കെ വായിക്കുമ്പോ ഇൻപുട്സ് ഒക്കെ തരും അതിന്റെ. അപ്പൊ ഓൺ ഓൾ ഫ്രണ്ട്സ് വളരെ സപ്പോർട്ടീവ് ആണ്, both daughter and husband. And thank you to Hasina ma'am and Sulega ma'am also, and to LearnWise. Exceptionally good platform ആണ്, and very good notes and all the ഇതൊക്കെ വളരെ very well formatted ആണ്. I'm very happy to be here. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. നമ്മൾ ഈ ഒരു സെഷൻ വെക്കുന്നത് തന്നെ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മള് സ്റ്റുഡൻസിന് മാത്രമല്ലല്ലോ, നമ്മുടെ ഫാമിലിയും കൂടെ കാണണ്ടേ, അല്ലെ ഫാമിലിക്ക് പറയാനുള്ളതോടെ അറിയണ്ടേ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സെഷൻ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്നത് ഷീജ കോശിയാണ്. ഷിജിന്റെ അമ്മയായിട്ടുള്ള ഷീജ കോശി. എൻ്റെ പേര് ഷീജ. ആ, ഞാൻ ഷിതിൻ്റെ മമ്മിയാണ്. വളരെ നാളുകളായി എനിക്കൊരാഗ്രഹമായിരുന്നു മോനൊരു ഡിഗ്രി എടുക്കണമെന്ന്. അപ്പോൾ +2 കഴിഞ്ഞേച്ച് അവന് ഇത് പഠിക്കാൻ പോകാൻ തുടങ്ങിയപ്പോഴാണ് അവൻ്റെ പപ്പ മരണപ്പെട്ടത്. പിന്നെ അത് പഠിക്കാൻ സാധിച്ചില്ല. പിന്നെ അവൻ്റെ പെങ്ങളെ പഠിപ്പിക്കണമായിരുന്നു. അപ്പോൾ പിന്നെ അവൻ വേറെ ജോലിക്കായിട്ടൊക്കെ പോയി. അത് കഴിഞ്ഞ് ഇപ്പം 2 മാസത്തിന് മുമ്പായിട്ട് എന്നോട് ചോദിച്ചു, മമ്മി ഞാനൊരു സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. ഞാൻ ചെന്താ മോനെ എന്ന് ചോദിച്ചപ്പം പറഞ്ഞു എനിക്ക് പിന്നെ BComന് ചേരണമെന്നുണ്ട്. ഞാൻ പറഞ്ഞു ശരി ചേര്, നല്ല കാര്യമല്ലേ, നമുക്ക് പണ്ടേ തൊട്ടുള്ള ഒരു ആഗ്രഹമാണെന്നല്ലോ, അപ്പോൾ അതിന് സാധിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് വളരെ ഇഷ്ടമാണ് മോൻ പഠിക്കുന്നത്. അവന് ഞാൻ സപ്പോർട്ടായിട്ട് നിൽപ്പുണ്ട്. പിന്നെ അവൻ്റെ സിസ്റ്റർ ഉണ്ട്, സപ്പോർട്ടായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ കേട്ടല്ലോ, അമ്മ ഭയങ്കര ഹാപ്പിയാണ്. എനിക്ക് വളരെ ഇഷ്ടമാണ്. കാരണം എനിക്ക് അവനൊരു ഡിഗ്രി എടുക്കണമെന്ന് പണ്ടേ തൊട്ട് ആഗ്രഹം. നമ്മൾക്ക് അങ്ങനെ ഒത്തിരി സ്റ്റുഡൻസ് ഉണ്ട്, അവരെല്ലാം നല്ല രീതി. കാരണം നമുക്ക് റെസ്പോൺസിബിലിറ്റീസ് നമുക്ക് മാറ്റി വെക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ നമ്മളുടെ കടമകളെല്ലാം കഴിഞ്ഞ പിന്നെ നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിൽ ഏറ്റവും നല്ലതാണ് പഠനം എന്ന് പറയുന്നത് പോലെ വേറൊരു കാര്യം നമുക്ക് നേടിയെടുക്കാനില്ല ജീവിതത്തിൽ. അപ്പൊ അത് മുമ്പോട്ട് കൊണ്ടു നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കട്ടെ കേട്ടോ. ഓക്കെ, താങ്ക് യു, താങ്ക് യു. നെക്സ്റ്റ് നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്നത് ദീപയാണ്. സൂര്യയുടെ അമ്മയായിട്ടുള്ള ദീപയാണ്, MCAല്. എന്റെ പേര് ദീപ, ഞാൻ സൂര്യയുടെ അമ്മയാണ്. അപ്പൊ സൂര്യക്ക് ഡിഗ്രി കഴിഞ്ഞു, PGDCA കഴിഞ്ഞു. അപ്പോഴും ഒരു PG ചെയ്യണമെന്ന് വലിയൊരു ആഗ്രഹമായിരുന്നു. അപ്പൊ പറഞ്ഞു ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ ആദ്യം സൂര്യ അത് MA സോഷ്യോളജിയാണ് തീരുമാനിച്ചത്. പിന്നെ അപ്പൊ ഞാൻ അതാണ് പറഞ്ഞത്. അപ്പൊ അവൾക്ക് അതല്ല MCA പഠിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ MCAക്ക് ജോയിൻ ചെയ്തു. ഇപ്പൊ ഇതിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, അതുകൊണ്ട് ജോയിൻ ചെയ്യാൻ പറഞ്ഞു. ഫുൾ സപ്പോർട്ടാണ്, പഠിച്ചോളാൻ പറഞ്ഞു. പിന്നെ പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം പഠിക്കാനുള്ള സമയവും ഉണ്ട് സൂര്യക്ക്. ഫുൾ സപ്പോർട്ടായിട്ട് ഞാനും അവളുടെ അച്ഛനും കൂടെ നിൽപ്പുണ്ട്. ഓക്കെ, അമ്മ ഞങ്ങളുടെ സെക്ഷനൊക്കെ കാണാറുണ്ടായിരുന്നോ? ആ, കാണാറുണ്ട്. കാണാറുണ്ടല്ലേ? പഠിക്കുന്ന നല്ലതുപോലെ പഠിച്ച് നല്ല മാർക്ക് വാങ്ങിച്ച് ജയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ആണല്ലേ? ആ, ഓക്കെ, ഓക്കെ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ജെറി വർഗീസ് ആണ്, ഡോക്ടർ അനറ്റിന്റെ ഹസ്ബൻഡ് ആയിട്ടുള്ള ജെറി വർഗീസ്. Yeah, I'm Jerry Verghese.
husband of Annette. So as you mentioned, Dr. Annette, she by profession, she's a dentist, but she Okay. always had a heart for teaching. And 6 years back, she did a diploma in Montessori, and thereby she got a job as a teacher in one of the private schools. And then from there onwards, she always wanted to upgrade her career. And after having children, it was really difficult again to go back. And now she's found a platform. So thanks to LearnWise. And this can help her also to progress in a is that it's not about the age. It's if you have the learning mentality, we can always learn. And thank you for such a platform. We always are there to support her. It's not easy with the children, as you can also hear my baby crying. So it's never an easy thing. But in spite of that, she has taken this decision, and hope that she can progress well. Thank you so much. Okay. Thank you, sir. Thank you so much. Okay. Yeah. കുഞ്ഞു ബേബി ആണല്ലേ? ഓക്കെ, കുഴപ്പമില്ല. എന്തായാലും സെഷനിൽ Yeah, we ജോയിൻ have two kids. One is 5 years old and one is 1 year old. ഓക്കെ. Yeah. താങ്ക് യു Thank സോ you. മച്ച്. ഓക്കെ, Thank you. നെക്സ്റ്റ് നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്നത് ഗോകുലാനന്ദൻ, കാർത്തികയുടെ അച്ഛനായിട്ടുള്ള MSc സുവോളജിയിലെ കാർത്തികയുടെ അച്ഛനായിട്ടുള്ള ഗോകുലാനന്ദനാണ്. മോളിപ്പോ ഗ്രാജുവേഷൻ കഴിഞ്ഞു. പിന്നെ സ്വന്തമായിട്ടൊരു ജോലിക്ക് വേണ്ടി മെഡിക്കൽ കോഡിംഗ് CPC ടെസ്റ്റ് പാസ് ഔട്ടായി. സ്വന്തമായിട്ടൊരു ജോലി വാങ്ങിച്ചിട്ട് മാസ്റ്റർ AMSന് ചേരണം എന്നായിരുന്നു ആഗ്രഹം. അതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ MSന് ഇഗ്നോ ചൂസ് ചെയ്തതിൽ വളരെയധികം സന്തോഷമുണ്ട്. നല്ല ടീച്ചേഴ്സും അവരുടെ പെർഫോമൻസിനെ കുറിച്ചിട്ട് അറിയാം. സന്തോഷം. പിന്നെ സാമ്പത്തികമായിട്ടുള്ള സപ്പോർട്ടും മാനസികമായിട്ടുള്ള സപ്പോർട്ടും ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും. മോൾക്ക് പഠിക്കാനായിട്ട് ജോലി കിട്ടിയാലില്ലെങ്കിലും വരുമാനം ഇല്ലെങ്കിലും ഞങ്ങളത് ചെയ്യും, കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി. ഓക്കെ, കേട്ടല്ലോ കാർത്തിക, പഠിച്ചാൽ മാത്രം മതി. ഈ മീറ്റ് ഇംഗ്ലീഷ് അടിച്ച LearnWise ടീമിനെ നന്ദി, താങ്ക്സ്. ഓക്കെ, താങ്ക് യു. നല്ല എനർജറ്റിക് ആണല്ലോ ഫാദർ. അച്ഛൻ നല്ല സപ്പോർട്ട് ആണല്ലേ? നല്ല സപ്പോർട്ടാ. അമ്മയതെ, ചേട്ടനുണ്ട്. നമ്മുടെ ഒരു കുടുംബക്ഷേത്രത്തില് ഒരു പൂജയ്ക്ക് പോയിരിക്കുക, തിരുവഴുപുഴ വരുന്നു. ഓക്കെ, ശരി. അപ്പൊ അമ്മ ഓരോ പറഞ്ഞുതരാം. ഓക്കെ, ഓക്കെ. വാണി മാം, എനിക്ക് തോന്നുന്നു നമ്മുടെ അലുമിനി മീറ്റ് പോലെ തന്നെ ഈ ഒരു ഇതും കുറച്ചും കൂടി മറ്റുള്ളവരെ ഇൻസ്പയർ ചെയ്യുന്ന മോട്ടിവേറ്റ് ചെയ്യുന്ന പോലെ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലെ? ഒരുപാട് കഥകള്. അതെ, നമുക്ക് തൊട്ട് മുമ്പുള്ള സാറ് പറഞ്ഞത് നമ്മൾ കേട്ടില്ലേ, ഡോക്ടർ അനറ്റിന്റെ ഹസ്ബൻഡ്. അപ്പൊ ഓരോ പടിപടിയായിട്ട് അവർ നേടിയെടുക്കുന്ന കണ്ടോ. അപ്പൊ നമുക്കൊരു ബ്രിഡ്ജ് ഇല്ല. നമുക്ക് മുമ്പോട്ട് നേടുന്ന അല്ലെങ്കിൽ പഠിത്തത്തിന്റെ കാര്യത്തിൽ നമുക്കൊരു ബ്രിഡ്ജ് പറയാനില്ല. നമ്മൾ ആഗ്രഹിക്കുന്നിടത്തോളം നമുക്ക് പോവാം. അപ്പൊ ഇത് സത്യം പറഞ്ഞാല് ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ ഇച്ചിരൂടെ ഇല്ലേ, നമ്മൾ തന്നെ നമുക്കൊരു ഇനിയും ഒരു പടി മുകളിലോട്ട് നമുക്ക് പോവാം. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ആഗ്രഹം നമ്മൾ ഈ സെഷനിൽ തന്നെ നമ്മൾ പറഞ്ഞില്ലേ, എന്നിട്ട് 3 ലക്ഷ്യങ്ങളിൽ അവസാനത്തെ ലക്ഷ്യത്തിലേക്ക് ഇത് എത്തുന്നുണ്ട് കൃത്യമായിട്ട്. കാരണം ആ ലേണിംഗ് സർക്കിളിലുള്ള എല്ലാവർക്കും ഒരു പ്രതീക്ഷ കൊടുക്കാൻ പറ്റുന്നുണ്ട് നമുക്ക്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തത് നോക്കുന്നത് ഒരു മ്യൂസിക്കൽ പെർഫോമൻസ് ആണ്. നമ്മളുടെ തന്നെ LearnWiseന്റെ പാട്ടായിട്ടുള്ള ഫാത്തിമ മേഡത്തിന്റെ, നമ്മുടെ സോഷ്യൽ വർക്കിൽ അക്കാഡമിക് മെന്ററായിട്ടുള്ള ഫാത്തിമ മേഡത്തിന്റെ ഒരു പാട്ടാണ്. ഞാൻ ജസ്റ്റ് മേഡത്തെ ഇൻവൈറ്റ് ചെയ്യുന്നു. ഓവർ ടു യു മാം. അലിവുള്ള സൈനബ, അറിയാതെ എന്റെ ജീവനായതെന്തിനാണ് നീ? മാനില്ല ഞാൻ, ഇളമാനല്ല ഞാൻ, ഇളം തൂവൽ കൊണ്ട് കൂടു തീർക്കുമല്ല കൈകളിൽ. സൈനബ സൈനബ സൈനബ, പെരുന്നാൾ നിലാവ് കൊണ്ടൊരു നാൾ തീർത്ത സൈനബ, ഞാൻ അരളിമാല കെട്ടിയിട്ടാലോ? പെരുന്നാൾ നിലാവ് കൊണ്ടൊരു നാൾ തീർത്ത കൈകളാൽ ഞാൻ അരളിമാല നിനക്കു വേണ്ടി കോർത്തെടുത്തല്ലോ. ഇത് താരകങ്ങളെ തിരുസാക്ഷിയാക്കി ഞാൻ നിന്നെ ഇന്ന് സ്വന്തമാക്കുമെന്റെ സൈനബ. ഓ സൈനബ, അഴകുള്ള സൈനബ,
ഇളമാൻ കിടാവ് പോലെ വന്നതെന്തിനാണ് നീ? മാനല്ല ഞാൻ, ഇളമാനല്ല ഞാൻ, ഇളം തൂവൽ കൊണ്ട് കൂട് തീർക്കുവൻ പൈകി. അനുരാഗജാലികം തുറന്നു വന്നതാണു ഞാൻ, മഴമുകിലുകൾക്കുമേലെ വന്ന മാറിയുള്ളു നീ. അനുരാഗജാലകം തുറന്നു വന്ന സൈനബ, കരിമുകിലുകൾക്കുമേലെ വന്ന മാറിയുള്ളു നീ. അതിലിന്നലിഞ്ഞു പോയി ഉലകം നിറഞ്ഞു പോയി, നൂറു നന്മ പൂവണിഞ്ഞ പ്രണയസിംഗയിൽ. ഓ സൈനബ സൈനബ സൈനബ. താങ്ക് യു. താങ്ക് യു ഫാത്തിമ. എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല പാട്ടല്ലേ? നമുക്ക് ഇതൊരു തുടക്കം മാത്രമാണ് കേട്ടോ. നമുക്ക് ഇനിയുള്ള കുറേ ഇവന്റ്സ് ഉണ്ട്. നമുക്ക് ഇതുപോലെ തന്നെ ടീമിലും സ്റ്റുഡൻസും ഒക്കെ പാടുന്നവരും പല കഴിവുള്ളവരുണ്ട്. അപ്പൊ അവരെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമുക്ക് ഇനി സെഷൻസ് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ആ സെഷൻസ് ഇതിനെക്കാട്ടിലും നല്ല രീതിയിൽ നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഓക്കെ, അടുത്തത് നെക്സ്റ്റ് ഇൻവൈറ്റ് ചെയ്യുന്നത് ഭവ്യശ്രീയാണ്. രമ്യയുടെ മകളാണ്. MSc സുവോളജിയിലെ രമ്യയുടെ മകളായിട്ടുള്ള ഭവ്യശ്രീയാണ്. എനിക്കിവിടെ വരാൻ പറ്റിയത്, ഇവിടെ ഈ മീറ്റിംഗിൽ പങ്കെടുക്കാൻ പറ്റിയത് നല്ല സന്തോഷം. അതുപോലെ നല്ല എനിക്ക് പ്രൗഡാ. കാരണം എന്താ വെച്ചാൽ അമ്മ ഇപ്പൊ 18 വർഷത്തിന് ശേഷമായിട്ട് ഇപ്പോഴാണ് ഇപ്പൊ പഠിക്കുന്നത്. ഇപ്പൊ സുവോളജി എടുക്കണം, ഇങ്ങനെ PG എടുക്കണം പറയുന്ന കേട്ടിട്ടുണ്ട്. പിന്നെ ഇപ്പം ക്ലാസ്സിലൊക്കെ കയറുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ വരും, ഇങ്ങനെ കയറുന്നുണ്ട്. അപ്പൊ നല്ല സന്തോഷത്തോടെ ഞങ്ങൾ ഇതൊക്കെ കണ്ടു നിൽക്കുന്നുണ്ട്. എല്ലാത്തിനും ഞങ്ങള് ഫാമിലി എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിന് പഠിത്തത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, അമ്മ ഇങ്ങനെ ഡാൻസ്, പണ്ടൊക്കെ ഡാൻസിന് ചെറുപ്പത്തിൽ പോകുന്നൊക്കെ പറഞ്ഞപ്പം ഇപ്പൊ അത് നിർത്തിപ്പോയി. ഇപ്പൊ ഇതായി ഈ സമയത്തും ഞങ്ങൾ ഇങ്ങനെ നിർബന്ധിച്ച് ഡാൻസിനൊക്കെ വിട്ട് ഓരോ പ്രോഗ്രാം ഇങ്ങനെ ഇടയ്ക്ക് പ്രോഗ്രാമിന് പോകുമ്പോഴും പിന്നെ ഞാൻ ഇങ്ങനെ കോഴ്സിന് ചേർന്നെന്നൊക്കെ പറയുമ്പോൾ ഞങ്ങള് ഫാമിലി ഫുള്ളായിട്ട് അമ്മേന്റെ കാര്യത്തിൽ നല്ല ഹാപ്പിയാണ്, നല്ല പ്രൗഡായിട്ടുള്ള ഒരു സമയമാണിത്. അതിലിങ്ങനെ എല്ലാരോടും പറയാൻ പറ്റിയതിൽ നല്ല സന്തോഷമുണ്ട്. ഓക്കെ, ഭവ്യയുടെ ആ ഒരു എക്സൈറ്റ്മെന്റ് കണ്ടോ? ഭവ്യ ഇങ്ങനെ എണ്ണിപ്പറക്കി പറയണം, അപ്പൊ പഠിക്കും ഡാൻസ് ചെയ്യല്ലേ. അമ്മയെ പറ്റി പറയുമ്പോ നല്ല ഭവ്യക്ക് 100 സന്തോഷം നാവാ. ഉള്ള സമയത്ത് പറഞ്ഞോളൂ. അല്ല, അങ്ങനെ പറയാൻ നോക്കിയിട്ടുണ്ട്, കുറെ പറയാനുണ്ട്. ഇപ്പൊ അമ്മ നന്നായിട്ട് പഠിക്കുന്നുണ്ട്. അമ്മേന്റെ നല്ല സ്വപ്നങ്ങൾ ഇഷ്ടം പോലെ ഇങ്ങനെ PG എടുക്കണം, ഡിഗ്രി എടുക്കണം, നല്ല കരിയറാണ് അമ്മേന്റെ ഇപ്പോഴത്തെ സ്വപ്നം. അതിലെ സ്റ്റെപ്പാണ് ലേൺ വൈസ്. അമ്മയ്ക്കും ഫാമിലിക്കും ഒക്കെ ലേൺ വൈസ് വലിയൊരു സപ്പോർട്ടാ. ഇപ്പൊ ലേൺ വൈസിലെ എല്ലാ മെമ്പേഴ്സിനും ഞാൻ ആശംസ പറയാണ്. എല്ലാവർക്കും തന്നെ നല്ലൊരു കരിയർ ഉണ്ടാവട്ടെ. അമ്മയെ കുറിച്ച് പറയുമ്പോ മകളുടെ കണ്ണുകൾ തിളങ്ങാണ് അല്ലെ? അതെ, പറഞ്ഞിട്ടും തീരുന്നില്ല. പറഞ്ഞു കേട്ടില്ല സന്തോഷം ഇതെല്ലാം കൊണ്ടാ. ആണല്ലേ. എനിക്ക് ഇവിടെ എന്റെ ഹസ്ബൻഡ് പുറത്താണ്. പിന്നെ അദ്ദേഹം നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ എൻ്റെ അമ്മ, എനിക്ക് 2 മക്കളാണുള്ളത്. ഞാനിപ്പോ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ടീച്ചറാണ്. അപ്പൊ അതിന്റെ ഇടയിൽ ഇപ്പൊ ഫാമിലിയിലെ കാര്യങ്ങളും എല്ലാം കൂടെ വരുമ്പം സമയം വളരെ കുറച്ചേ ഉള്ളൂ. എന്നാലും മാക്സിമം ഇവരെന്നെ സപ്പോർട്ട് ചെയ്യുന്നു. ചെറിയ മോളാണേലും പിന്നെ വീട്ടിലെ കാര്യങ്ങൾ നോക്കാൻ അമ്മ വളരെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് എല്ലാ കാര്യത്തിലും ഓടി എത്താൻ പറ്റുന്നുണ്ട്. അപ്പൊ ഈ സുവോളജിക്ക് ഇങ്ങനെ പ്രാക്ടിക്കൽ സെക്ഷൻ വന്ന കാരണം ഞാൻ ഇതിനു മുന്നേ ഇങ്ങനെ നമുക്ക് കരിയറിൽ കുറച്ചും കൂടെ ഒരു പ്രൊമോഷൻ സാധ്യതയൊക്കെ ഉള്ളത് കാരണം ഇതിനെക്കുറിച്ച് നോക്കിയപ്പം വേറെ ഒന്നും എനിക്ക് കിട്ടിയില്ല. അങ്ങനെയാണ് എനിക്ക് ഇഗ്നോയിൽ ഞാൻ സുവോളജി എടുക്കാൻ ഈ വർഷമാണ് സാധിച്ചത്. അപ്പൊ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അതെങ്ങനെയെങ്കിലും എനിക്കിപ്പോ കുറെ നാളത്തേക്ക് ഇങ്ങനെ പാസീവായിട്ട് നടന്നു, വേണ്ട ഇത്ര മതി എന്നുള്ളൊരു ഇതിൽ പഠിക്കാനൊരു മടിയായിട്ട് തന്നെ നടന്നൊരു കാലം ഉണ്ടായിരുന്നു. അപ്പൊ ഇവരൊക്കെ ചെറുതായിരുന്ന സമയത്ത് എനിക്ക് അങ്ങനെ പഠിക്കാനൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല. കിട്ടിയത് ഓക്കെ അത് മതി എന്നുള്ളൊരു ഇതായിരുന്നു. പക്ഷെ ഇപ്പം കുറച്ച് നാളായിട്ട് നല്ല ഇനിയും പഠിക്കണം, ഇത് കഴിഞ്ഞാലും വേറെ ഏതെങ്കിലും കോഴ്സ് ചെയ്യണം, അങ്ങനെ ഒരുപാട് പഠിക്കണം എന്നുള്ള ആഗ്രഹം ഇപ്പൊ വന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഈ ഫാമിലിയുടെ കൂടെ കൂടിയതിൽ എനിക്ക് ഭയങ്കര അഭിമാനം തോന്നുന്നുണ്ട്, സന്തോഷം തോന്നുന്നുണ്ട്. അപ്പൊ ഈ കൂടെ കൂടിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരു ഉയർന്ന വിജയം ഉണ്ടാകുമെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യാണ്. അപ്പൊ എന്താ പറയാ, വളരെ സന്തോഷമായി ഫാമിലിനെയൊക്കെ കാണാൻ സാധിച്ചതിൽ. എൻ്റെ ഭർത്താവും മക്കളും അമ്മയും തരുന്ന സപ്പോർട്ട് കൊണ്ട് എനിക്ക് ഒരുപാട് മുന്നേറാൻ, ഇനി കുറെ നാളത്തെ ഗ്യാപ്പ് വന്നു പോയെങ്കിലും എനിക്ക് നേടിയെടുക്കാൻ പറ്റുമെന്നൊരു വിശ്വാസം തോന്നുന്നു എല്ലാവരും കാണുമ്പോൾ. അപ്പൊ നല്ല രീതിയിൽ അമ്മയെ സപ്പോർട്ട് ചെയ്യുന്നൊരു മോളെ കണ്ടോ?
നമ്മൾ പലർക്കും ഉണ്ടാവില്ലേ, ഒരു ഏജ് കഴിഞ്ഞാൽ നമ്മളുടെ മക്കൾ ആയിരിക്കും നമ്മുടെ ഏറ്റവും നല്ല ഫ്രണ്ട്സ് അല്ലേ, നമുക്ക് കാര്യങ്ങളൊക്കെ പറയാനും നമ്മുടെ ഏറ്റവും കട്ടയ്ക്ക് കൂടെ നിൽക്കുന്നതൊക്കെ. ഓക്കെ, താങ്ക് യു ഭവ്യ. നെക്സ്റ്റ് നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്നത് അനിൽകുമാറാണ്. ആതിരയുടെ ഹസ്ബൻഡായിട്ടുള്ള MBAയിലെ ആതിരയുടെ ഹസ്ബൻഡായിട്ടുള്ള അനിൽകുമാറാണ്. എൻ്റെ പേര് അനിൽകുമാർ. ഞാൻ ആതിരയുടെ ഹസ്ബൻഡാണ്. സിവിൽ എഞ്ചിനീയർ ആണ്. നമ്മുടെ അബാദ് ബിൽഡേഴ്സിൽ എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യാണ്. അപ്പോൾ നമ്മളെ വിവാഹം ഞങ്ങൾ പ്രണയിച്ച് കല്യാണം കഴിച്ചതാണ്. അപ്പോൾ പ്രണയകാലത്ത് തന്നെ പുള്ളിക്കാരത്തി പറയാറുണ്ട് എൻ്റെ ഒരു ഡ്രീമാണ് ഹയർ സ്റ്റഡീസ് പഠിക്കണം എന്നുള്ളത്. അപ്പോൾ ആ ടൈമിലൊന്നും ഫാമിലിയിൽ ഫിനാൻഷ്യലി അതേപോലെ സപ്പോർട്ട് ചെയ്യാനും ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു, നമ്മുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഉറപ്പായിട്ടും നിന്റെ ഡ്രീം ഞാൻ അച്ചീവ് ചെയ്ത് തരും എന്നുള്ളൊരു ഉറപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ആ റൈറ്റ് ടൈം വന്നെന്ന് തോന്നി. അപ്പോഴാണ് അങ്ങനെ പറയുന്ന സമയത്തായിരുന്നു നമ്മുടെ ലേൺ വൈസിനൊക്കെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഫുൾ സപ്പോർട്ട് ഉണ്ട് എന്നുള്ള രീതിയിൽ. പുള്ളിക്കാരത്തി വളരെ ഹാപ്പിയാണ് ഇപ്പോൾ. ഹാപ്പിയാണ്, സപ്പോർട്ടീവ് ആണോ? പിന്നെ ഫുൾ സപ്പോർട്ടാണ്. നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ നമ്മുടെ ലേൺ വൈസിന്റെ ആഡ് കണ്ടപ്പോൾ അതിലൂടെയാണ് ശരിക്കും എൻക്വയറി ചെയ്യുന്നത്. അപ്പോൾ ലേൺ വൈസിന്റെ സ്റ്റാഫ് തസ്ലിമ മാം ആണ് എന്നെ ഫസ്റ്റ് കോണ്ടാക്ട് ചെയ്തതും കാര്യങ്ങളൊക്കെ സംസാരിച്ചതും ഗൈഡ് ചെയ്തതും ഒക്കെ. അപ്പോൾ ആക്ച്വലി 2011 ഡിഗ്രി പാസ് ഔട്ട് ആയതാണ് ഞാൻ. അതിനുശേഷം ഇപ്പൊ ഒരു 15 ഇയേഴ്സ് ഗ്യാപ്പ് വന്നു. ശരിക്കും സയൻസ് ഫീൽഡായിരുന്നു പഠിച്ചിരുന്നത്. BSc ബയോടെക്നോളജി ആയിരുന്നു ഞാൻ എടുത്തിരുന്നത് ഡിഗ്രിക്ക്. പിന്നെ എനിക്ക് MHC എടുക്കണം എന്നാണ് ഭയങ്കര ആഗ്രഹം. കാര്യം ഞാൻ ഹോസ്പിറ്റൽ ഫീൽഡിലാണ് 8 ഇയേഴ്സ് എക്സ്പീരിയൻസും ഉണ്ട്. ഹോസ്പിറ്റൽ ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഫീൽഡിൽ കരിയർ ഗ്രോത്ത് വരാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ടും ആണല്ലോ. അപ്പോൾ MHC എടുക്കണം എന്നായിരുന്നു ആഗ്രഹം. പക്ഷെ അത് എനിക്ക് ഓൺ ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് എന്ത് ചെയ്യും എന്നുള്ള ഒരു ശരിക്കും പറഞ്ഞ വിഷമത്തിൽ ഇരിക്കുമ്പോഴാണ് ഈ ലേൺ വൈസിന്റെ ഇത് കാണുന്നതും ഞാൻ എൻക്വയറി ചെയ്യുന്നതും തസ്ലിമ മാം എന്നെ കോണ്ടാക്ട് ചെയ്യുന്നതും. അപ്പൊ ഞാൻ അങ്ങോട്ടേക്ക് ചോദിക്കായിരുന്നു എന്താണ് എനിക്ക് ഒരു എന്തായിരിക്കും ആപ്റ്റ് ആയിട്ടുള്ള ഒരു ഏതായിരിക്കും കോഴ്സിന് മാം എന്നൊന്ന് സജസ്റ്റ് ചെയ്യാമോ എന്ന് ചോദിച്ചപ്പോ ഞാൻ ശരിക്കും MBA HR എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ എനിക്ക് തസ്ലിമ മാം ഇങ്ങോട്ട് പറഞ്ഞു തന്നു, ഹോസ്പിറ്റൽ ഫീൽഡിലെ എക്സ്പീരിയൻസ് ആയതുകൊണ്ട് ന്യൂ കോഴ്സ് ഉണ്ട്, MBA HCHM ഹെൽത്ത് കെയർ ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കോഴ്സ് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അത് എടുക്കുവാണെങ്കിൽ ബെറ്റർ ആയിരിക്കുമെന്ന് പറഞ്ഞ് എന്നെ ഗൈഡ് ചെയ്ത് ഒരുപാട് സപ്പോർട്ട് തന്നു, ഒരുപാട് ഗൈഡൻസ് തന്നൊക്കെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ കോഴ്സിൽ ചേർന്നത്. ഹസ്ബൻഡിനോട് ഞാൻ ഇത് കണ്ടപ്പോ തന്നെ പറഞ്ഞപ്പോ എന്നോട് പറഞ്ഞു അതിനെന്താ നീ കുറച്ച് എൻക്വയറി ചെയ്ത് കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. ഞാൻ കൂടുതൽ കാര്യങ്ങൾ തസ്ലിമ മാമിനോട് തന്നെ ചോദിച്ചു മനസ്സിലാക്കി, കുറെ യൂട്യൂബ് വീഡിയോസ് ഒക്കെ കണ്ടു. അങ്ങനെ എനിക്ക് ലേൺ വൈസ് ഒരു എന്താ പറയാ വിശ്വസിക്കാൻ പറ്റുന്ന പ്ലാറ്റ്ഫോം ആണ് എന്നെനിക്ക് മനസ്സിലായി. അങ്ങനെ ഹസ്ബൻഡുമായിട്ട് ഡിസ്കസ് ചെയ്ത് ആള് പറഞ്ഞൊന്നും നോക്കണ്ട ചേർന്നോ എന്ന് പറഞ്ഞു, ഫുൾ സപ്പോർട്ട് തന്നു. അങ്ങനെ ഇതിലേക്ക് വരുമായിരുന്നു. ഹസ്ബൻഡ് മാത്രമല്ല അമ്മ, ബ്രദർ എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ്. പഠിക്കണം, അവർക്കൊക്കെ ഞാൻ നല്ല രീതിയിൽ പഠിച്ച് നല്ലൊരു എന്താ പറയാ കരിയറിൽ നല്ലൊരു ഉയർച്ചയിൽ എത്തണം എന്നുള്ള ഒരു ഭയങ്കര ആഗ്രഹം എല്ലാവർക്കും ഉണ്ട്. എനിക്കും ഭയങ്കര ആഗ്രഹമാണ്. ഇപ്പൊ അതാണ് റൈറ്റ് ടൈം വന്നത് ഇപ്പോഴാണ്. പുള്ളിക്കാരത്തി +1 +2 ഒക്കെ ടോപ്പർ ഓഫ് സ്കൂളൊക്കെ ആക്കിയിട്ടുള്ളതാണ്. അപ്പോൾ പഠിക്കാൻ നല്ലൊരു കരിയർ ഗ്രോത്ത് ഉള്ള ഒരാളാണ്. അപ്പോൾ എന്തായാലും പുള്ളിക്കാരത്തിക്ക് പറ്റും. അതുകൊണ്ട് ഫുൾ സപ്പോർട്ട് എന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും. പുള്ളി ഏത് നേരം പറയാറുണ്ട് രാവിലെ കുറെ എഴുതാനുണ്ടെന്ന് എപ്പോഴും പറയും അസൈൻമെന്റ്. കാരണം വെച്ചാൽ ഒരു ഇപ്പൊ 3-4 ബണ്ടിലെങ്ങാണ്ടും വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് എഴുതാൻ വേണ്ടി. അസൈൻമെന്റ്സിനല്ലേ? ആ സാരമില്ല, ആതിര എല്ലായിടത്തും ടോപ്പർ ആയിരുന്നു അല്ലേ? അപ്പൊ 2028 ഇഗ്നുവിന്റെ ഹെൽത്ത് കെയറിന്റെ ടോപ്പർ ആവുക. അതിലൂടെ നമുക്ക് ഇച്ചിരൂടെ പോപ്പുലർ ആവാം അല്ലേ? ഞങ്ങൾക്കും ആതിരയിലൂടെ. ഓക്കെ, അതാണ് ഹസ്ബൻഡിന് കൊടുക്കാൻ പറ്റാവുന്ന ഏറ്റവും നല്ല സമ്മാനവും അതെ. അല്ലേ? ഓക്കെ, അപ്പൊ 2028 നമ്മുടെ കോൺവെക്കേഷനകത്ത് റാങ്ക് ഹോൾഡർ ആയിട്ട് ആതിര ഉണ്ടായിരിക്കണം. ആതിര എടുത്ത് പറഞ്ഞിരുന്നു, ഓൺ ബോർഡിങ്ങിന്റെ സമയത്തും പറഞ്ഞു, ഡിഗ്രിയിലും ഒക്കെ റാങ്ക് ഹോൾഡർ ആയിരുന്നില്ലേ? അപ്പൊ അത് തന്നെ നമുക്ക് ഇനി അപ്പൊ നമുക്ക് ഇഗ്നുവിലും ആ ഒരു ചരിത്രം തന്നെ സൃഷ്ടിക്കണം. ഓക്കെ, തുടർന്ന് പോട്ടെ. താങ്ക് യു സോ മച്ച് ആതിര ആൻഡ് അനിൽ. നെക്സ്റ്റ് നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്നത് ഡോക്ടർ അഞ്ജന സുധീഷ്, ഡോക്ടർ ഓഫ്
സോണി സുധീഷിന്റെ. എന്റെ പേര് അഞ്ജന. ഞാന് സോണിയുടെ ഡോട്ടറാണ്. ഞാനിപ്പോ കറന്റ്ലി MBBS കഴിഞ്ഞിട്ട് PGക്ക് വേണ്ടിയിട്ട് ഒരു കോഴിക്കോടില് പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോ അമ്മേനെ കുറിച്ച് പറയാനായിട്ട് അമ്മ പെട്ടെന്നാ പറഞ്ഞേ. ഇന്നലെ ഒരു സംഭവം പറഞ്ഞു, ഇങ്ങനത്തെ ഒരു ലേൺ വൈസില് ഇങ്ങനെ അമ്മേനെ കുറിച്ച് പറയണം, എന്താണ് ഇത്രയും നാൾക്ക് ഉണ്ടായ പ്രോഗ്രസ് എങ്ങനെയാണെന്നൊക്കെ പറയാനായിട്ട്. സത്യം പറഞ്ഞ ഈ പ്രോഗ്രാമിനെ കുറിച്ചൊക്കെ മൊത്തം അന്വേഷിച്ച് കൊണ്ടുവന്നത് അമ്മയാ. ഐ വാണ്ടഡ് ഹെർ ടു എന്താ പറയാ, ഞാൻ അമ്മയുടെ അടുത്ത് എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, മുമ്പേ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമായിരുന്നു. ഇപ്പൊ സ്വന്തമായിട്ട് പഠിച്ച് ഒരു ജോലി കിട്ടി കഴിഞ്ഞാൽ സ്വന്തമായിട്ട് പൈസ ഉണ്ടാക്കുമ്പോ ആ ഒരു സെൻസ് ഓഫ് ഇൻഡിപെൻഡൻസി കിട്ടുമ്പോ അതൊരു നല്ലൊരു ഫീലിംഗ് ആണ്. അപ്പോ അമ്മ ആയോണ്ട് തന്നെ കുറെ സാക്രിഫൈസസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഞങ്ങൾ 3 പിള്ളേരായിരുന്നു. അപ്പോ ഇപ്പൊ അനിയൻ 11ാം ക്ലാസ്സിലായി, ഞാനും സെറ്റിൽഡ് ആയി, അനിയനും സെറ്റിൽഡ് ആയി. പിന്നെ എനിക്കൊരു ചേച്ചിയുണ്ട്. ചേച്ചി ഓട്ടിസ്റ്റിക് ആണ്. അപ്പൊ ചേച്ചീനെ ഇപ്പോഴും നോക്കുന്ന അമ്മ തന്നെയാണ്. അപ്പൊ അവര് ഖത്തറിലായോണ്ട് തന്നെ. അപ്പൊ എല്ലാ ബുദ്ധിമുട്ടുകളും വെച്ചിട്ട് സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് ഇപ്പൊ അമ്മ ഒരു ഗ്രോത്തിലോട്ട് വരുമ്പോ ഐ എം റിയലി പ്രൗഡ് ഓഫ് ഹർ. ഇപ്പൊ അതിപ്പോഴേ കാണാൻ പറ്റുന്നുണ്ട്. ഫസ്റ്റ് സെഷനിൽ അമ്മ ഇങ്ങനെ പറയാ, ടാസ്ക് ആണ്, ക്യാമറ ഓൺ ആക്കണം, ഇങ്ങനെ സംസാരിക്കണം എന്നൊക്കെ പറയുമ്പോൾ നല്ല ടെൻഷനായിരുന്നു. പക്ഷെ ഇപ്പൊ പുള്ളിക്കാരി ഇപ്പൊ ക്യാമറ ഒക്കെ ഓൺ ആക്കി ഇപ്പൊ സംസാരിക്കാനൊക്കെ ആയിട്ട് കുഴപ്പമില്ല. ആ ഒരു ഗ്രാജുവൽ ചേഞ്ച് കാണുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഒരു നല്ല സെൻസ് ഓഫ് പ്രൗഡ്നെസ് വരുന്നുണ്ട്. ഞാനിപ്പോ 1-2 വീഡിയോസ് ഇപ്പൊ കുറെ ആൾക്കാരെ കേട്ടിട്ടുണ്ട്. അവരൊക്കെ പറയാനായിട്ട് ഇപ്പൊ തന്നെ ലൈക്ക് ഐ എം വെരി ഹാപ്പി ഫോർ എവ്രി വൺ ആൻഡ് ഐ വിഷ് എവ്രി വൺ ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു. അപ്പൊ അമ്മ ഇച്ചിരി കൂടെ ഒക്കെ ലെവലപ്പ് ആയില്ലേ എല്ലാ അതെ അതെ, കാര്യങ്ങളും. നല്ലോണം. പിന്നെ നമ്മളൊരു ഗ്യാപ്പ് കഴിഞ്ഞ് പഠിക്കുമ്പോഴത്തേക്ക് വളരെ ക്യൂരിയസ് ആയിരിക്കും, അടുത്തത് എന്താണ്, അല്ലെങ്കിൽ എനിക്ക് നല്ല രീതിയിൽ ബെറ്റർ ആയിട്ട് ഒന്നാവണം, അടുത്ത സെഷനിൽ എനിക്ക് ഇച്ചിരി ലീഡ് കിട്ടണം, അങ്ങനെ ഒരു ചിന്ത വരും. അതാണ് ഏറ്റവും വേണ്ടത് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അവര് പഠനം എന്നതിനായിട്ട് ഉപരിയായിട്ട് അവരുടെ മൈൻഡ് ഒന്ന് മാറുകയാണല്ലോ. നേരത്തെ ഉണ്ടായിരുന്നതിൽ നിന്ന് അവർക്കായിട്ട് അവർ സമയം കണ്ടെത്തുന്ന ഒരു ടൈമാണ്. അതിനാണ് നമ്മൾ വാല്യൂ കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ അമ്മയ്ക്ക് ഒരു ഇച്ചിരി ഒരു സോഷ്യൽ ആൻസൈറ്റി മാത്രമേ ഉള്ളൂ. പക്ഷെ മാത്സ് എന്നുള്ള സംഭവം പുള്ളിക്കാരിക്ക് പണ്ടേ ഭയങ്കര ഇഷ്ടമുള്ള സംഭവം. ഞങ്ങൾക്ക് സ്കൂളിലോട്ടൊക്കെ പോയിരുന്ന സമയത്ത് എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ വരുന്നതിന് മുമ്പ് തന്നെ എന്റെ ബാഗിൽ നിന്ന് മറ്റേ മാത്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ എടുത്തിട്ട് അവിടെ ഒറ്റ ഒരു മുക്കി പോയിരുന്നിട്ട് അതെല്ലാം സോൾവ് ആക്കും. എന്നിട്ട് എന്റെ അടുത്ത് ചോദിക്കും, ഇതാണ് നിങ്ങൾക്ക് കിട്ടിയ ആൻസർ എന്നൊക്കെ വന്ന് ചോദിക്കും. പുള്ളിക്കാരിക്ക് പണ്ടേ മാത്സ് ഭയങ്കര ഇഷ്ടമാണ്. സോ നൗ ഐ എം വെരി ഹാപ്പി ദാറ്റ് ഇപ്പൊ പുള്ളിക്കാരിക്ക് ഷീസ് അച്ചീവിങ് ഹർ ഡ്രീം എന്നുള്ളത്. സോ താങ്ക് യു. ഓക്കെ, താങ്ക് യു. അമ്മയ്ക്ക് ഇതിലും വലിയൊരു സപ്പോർട്ട് കിട്ടാനില്ല. ഓക്കെ, എനിക്ക് തോന്നുന്നു അമ്മയെ സംബന്ധിച്ച് ഒരു പഠിത്തം ഒരു റിലാക്സിങ് ഫാക്ടറും കൂടി ആയിരിക്കും മേ ബി. അതെ, നമുക്കൊരു ഏജ് കഴിഞ്ഞാൽ നമ്മൾ എന്തിൽ എൻഗേജ് ചെയ്യും എന്നുള്ള ചിന്തയായിരിക്കും നമുക്ക്. സമയമുണ്ട് എന്ത് എന്നുള്ളത്. അപ്പൊ ആ ടൈമിൽ പഠിത്തം എന്ന് പറഞ്ഞ ഒരു അച്ചീവ്മെന്റ് കൂടെ ഇടല്ലേ. അപ്പൊ നല്ല രീതിയിലൊരു തുടക്കമാവട്ടെ. നെക്സ്റ്റ് അപ്പൊ ഇതില് നല്ല രീതിയിൽ എല്ലാവരും തന്നെ അല്ലെ, ഇപ്പം പറഞ്ഞ ഓരോരുത്തരുടെയും വാക്കുകൾ കേൾക്കുമ്പം നമ്മൾക്ക് ഇച്ചിരൂടെ ഇല്ല, ഈ ഒരു സെഷനിൽ അറ്റൻഡ് ചെയ്തത് എന്തുകൊണ്ടും നമുക്ക് നഷ്ടമല്ല. നമ്മളുടെ ഓരോരുത്തരുടെ വാക്കുകൾ ഇപ്പൊ നമ്മളുടെ പേരൻസിന്റെ കയ്യിൽ നിന്ന് കേൾക്കുന്ന പോലെ തന്നെയാണ്, അല്ലെങ്കിൽ നമ്മളെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ആരാണോ അവരുടെ വായിൽ നിന്ന് കേൾക്കുന്ന അതേ രീതിയിൽ തന്നെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിലായിരുന്നു ഓരോ ആൾക്കാരും നമ്മൾക്ക് വേണ്ടി, ഓരോ ഫാമിലി മെമ്പേഴ്സും ഷെയർ ചെയ്തിരുന്ന കോട്ട്സ്. അപ്പൊ അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. ഞങ്ങളുടെ സെഷൻ കൊണ്ട് ഞങ്ങൾ ലേൺ വൈസ് ടീം ഉദ്ദേശിച്ചിരിക്കുന്നതും അത് തന്നെയാണ്. അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് ഫാമിലി മെസ്സേജ് ടു ലേൺ വൈസ് സ്ട്രേറ്റ് ഫ്രം ദ ഹേർട്ട്. അപ്പൊ ഫാമിലിയുടെ ഒരു മെസ്സേജ് എന്ന് പറയുന്നത് അത് നിങ്ങൾക്ക് ഏത് ഭാഷയിലും, മലയാളത്തിലോ ഇംഗ്ലീഷിലോ മംഗ്ലീഷിലോ നിങ്ങൾ പ്രിഫർ ചെയ്യുന്ന ലാംഗ്വേജിൽ നിങ്ങൾക്കത് എഴുതാം. ഈ ഒരു സെഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ സ്റ്റുഡൻസിന്റെ മെന്റേഴ്സ് അല്ലെങ്കിൽ LSEs നിങ്ങൾക്ക് ആ ഒരു ഗൂഗിൾ ഫോം അയച്ചു തരുന്നുണ്ടായിരിക്കും. അതിനകത്ത് ഫില്ല് ചെയ്യേണ്ടത് സ്റ്റുഡൻസ് അല്ല, നിങ്ങളുടെ ആരാണോ നിങ്ങളുടെ ഓരോ ചുവടുവെപ്പിലും നിങ്ങൾക്ക് നല്ലൊരു പിന്താങ്ങായി, നിങ്ങൾക്ക് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങളുടെ അമ്മയായിരിക്കാം, അച്ഛനായിരിക്കാം, ഹസ്ബൻഡ് ആയിരിക്കാം, വൈഫ് ആയിരിക്കാം, അല്ലെങ്കിൽ സിബ്ലിങ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിരിക്കാം, അല്ലെങ്കിൽ കൊളീഗ്സ് ആയിരിക്കാം, ആരും ആയിക്കോട്ടെ. അപ്പൊ അവരെ കൊണ്ട് നിങ്ങൾ അത് ഫില്ല് ചെയ്യിപ്പിക്കുക. അവർക്ക് എന്താണ് ലേൺ വൈസിനോട് പറയാനുള്ള ഒരു മെസ്സേജ്, കാരണം നിങ്ങൾ ലേൺ വൈസിന്റെ പാർട്ട് ആയതുകൊണ്ട് ലേൺ വൈസിനോട് അവർക്ക് എന്താണോ പറയാനുള്ളത്, അതും കൂടാതെ തന്നെ നിങ്ങൾ റീസ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ഈ ജേർണിയിൽ അവരെങ്ങനെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു, നിങ്ങളുടെ ആ ഒരു നിങ്ങളുടെ ആ ഒരു അച്ചീവ്മെന്റ് ഫുൾഫില്ല് ചെയ്യാൻ അവർ നിങ്ങളെ അല്ലെങ്കിൽ ഏതെല്ലാം രീതിയിലാണ് സപ്പോർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള രീതിയിൽ അവർക്ക് പറയാനുള്ള കാര്യങ്ങളാണ്
ലേൺവേസിനെ കേൾക്കേണ്ടത്. മറക്കാതെ ഗൂഗിൾ ഫോം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക, അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് അവർക്കത് ഫില്ല് ചെയ്യുന്നതിലുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടമുള്ള ലാംഗ്വേജിൽ നിങ്ങൾക്കത് എഴുതാവുന്നതാണ്. അതൊരിക്കലും ഒരു ഫീഡ്ബാക്ക് ആയിട്ടൊന്നും എഴുതാൻ പാടില്ല. നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നും നിങ്ങൾക്ക് ലേൺവേസിനോട് എന്താണോ പറയാനുള്ളത് അതായിരിക്കണം അവിടെ നമുക്കത് കിട്ടേണ്ടത്. ഓക്കെ, മറക്കാതെ അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഈ ഒരു സെഷൻ കഴിയുമ്പോൾ ഞങ്ങൾ അതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്ത് തരുന്നുണ്ടായിരിക്കും. പിന്നെ നമുക്ക് ഈ ഒരു സെഷനിൽ അത് എത്ര നന്ദി പറഞ്ഞാലും സാധിക്കും. എന്ന് വെച്ചാൽ നമുക്ക് പറയാൻ വാക്കുകളില്ല ഞങ്ങൾക്ക് ഓരോരുത്തർക്കും, ഇല്ലേ? ഇപ്പൊ ഞാൻ മാത്രമല്ല, ഇപ്പൊ എനിക്ക് തന്നെ അത്രയും മോട്ടിവേറ്റഡ് ആയിട്ടുണ്ട് പല കാര്യങ്ങളും നമുക്കിവിടെ പറഞ്ഞു കേൾക്കുമ്പോൾ. അപ്പൊ ഇത്രയും സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ഫാമിലി ഉള്ളപ്പോൾ നമ്മൾക്ക് സക്സസ് എന്ന് പറയുന്നത് അധികം ദൂരമല്ല. നമ്മളത് ആ ഒരു ലാഡറിന്റെ ഓരോ പടിയും കയറി പോയാൽ മാത്രം മതി. നമുക്ക് നല്ല സപ്പോർട്ടീവായിട്ട് ആ ലാഡർ താഴെ നിന്ന് പിടിച്ച് നല്ല രീതിയിൽ ഉറപ്പോടെ നിർത്തി തരാൻ നമുക്ക് അനേകം ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെയുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മുമ്പോട്ടുള്ള ഓരോ പാതയിൽ നമുക്ക് വരുന്ന ഒബ്സ്റ്റക്കിൾസ് തരണം ചെയ്ത് മുമ്പോട്ട് പോകാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. നല്ലൊരു സപ്പോർട്ടീവായിട്ട് നിങ്ങളുടെ ഫാമിലിയും കൂടാതെ ഞങ്ങളും നിങ്ങളോടൊപ്പം ഉണ്ട്. അപ്പോൾ മുമ്പോട്ടുള്ള നിങ്ങളുടെ ജേർണിയിൽ യാതൊരു തടസ്സവും ഇല്ലാതെ മുമ്പോട്ട് നിങ്ങൾക്ക് പോകാൻ സാധിക്കട്ടെ. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് എഗെയിൻ നമ്മുടെ എല്ലാ സെഷനിലും നിങ്ങളെ റിമെമ്പർ ചെയ്തിരിക്കുന്ന ലോ ഹൊറിസൺ ഫോമാണ്. ഇനിയും ആരെങ്കിലും ഈ ഒരു ഫോം ഫില്ല് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഫില്ല് ചെയ്യുക. ഈ ഒരു ഫോം നിങ്ങൾക്ക് അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ LSC അല്ലെങ്കിൽ മെന്റേഴ്സിനെ കണക്ട് ചെയ്ത് ഫോം കളക്ട് ചെയ്ത് ഫോം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നെക്സ്റ്റ് നമ്മൾക്കിപ്പം 8th സെഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. നെക്സ്റ്റ് നമ്മളുടെ സെഷൻ എന്ന് പറയുന്നത് സിലബസ് ഡീകോഡിംഗ് ക്ലിനിക്സ് ആണ്. അപ്പൊ സിലബസ് ഡീകോഡിംഗ് എന്ന് പറയുന്നത് അതൊരു പ്രോഗ്രാം വൈസ് ആയിരിക്കും. ഇപ്പൊ നമ്മൾ പഠിക്കുന്ന പ്രോഗ്രാം ഏതാണ്, ഇപ്പൊ BCom ആയിക്കോട്ടെ, സൈക്കോളജി ആയിക്കോട്ടെ, സുവോളജി ആയിക്കോട്ടെ, നമ്മൾക്ക് എന്താണോ പഠിക്കാനുള്ള പ്രോഗ്രാം, ആ ഒരു പ്രോഗ്രാമിൽ അടുത്ത ഒരു വർഷത്തേക്ക് നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്താണ്, അതിനൊരു ഡീപ്പ് ഡൈവ് ആണ്. നമ്മൾ എന്താണ് പഠിക്കാൻ പോകുന്നത്, അത് എങ്ങനെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെഷനകത്ത് നമ്മൾ നോക്കുന്നത്. അതൊരു സിലബസിന്റെ ഡീകോഡിംഗ് ആണ്. അപ്പൊ അതിൽ എല്ലാവർക്കും സെഷൻസ് ഉണ്ടാവണമെന്നില്ല. ഓരോ ദിവസവും ഏതൊക്കെ പ്രോഗ്രാമിനാണോ നമ്മൾ സെഷൻസ് വെച്ചിട്ടുള്ളത് അതത് ബാച്ചിനായിരിക്കും ഉണ്ടാവുക. നമ്മളത് നിങ്ങൾ പ്രയറായിട്ട് ഇൻഫോം ചെയ്യുന്നുണ്ടായിരിക്കും. നെക്സ്റ്റ് സെഷനും അതേപോലെ തന്നെ ഇതുവരെ വന്നിരിക്കുന്ന പാർട്ടിസിപ്പേഷൻ പോലെ തന്നെ വെക്കുക. അതൊരു പ്രോഗ്രാം വൈസ് ആയതുകൊണ്ട് അതൊരു കോമൺ സെഷൻ അല്ല. നമ്മുടെ ഇന്നത്തെ ഈ സെഷൻ കൊണ്ട് നമ്മൾ കോമൺ സെഷൻസ് എല്ലാം വൈൻഡപ്പ് ചെയ്തു. ഇനി ഓരോ പ്രോഗ്രാം വൈസ് ആയിരിക്കും. അപ്പൊ എല്ലാവർക്കും ഓരോ ഇനിയുള്ള സെഷൻസിൽ അല്ലെങ്കിൽ ഇനിയുള്ള ഡേറ്റിൽ സെഷൻസ് ഉണ്ടാവില്ല. പ്രോഗ്രാം വൈസ് ആയിരിക്കും നമ്മൾ ഇനിയുള്ള ഓരോ ദിവസവും ഇവന്റ്സ് വെക്കുന്നുണ്ടാവുക. അപ്പൊ നിങ്ങൾക്ക് സെഷൻ ഉണ്ടെങ്കിൽ മറക്കാതെ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.